അതായത് അപ്പം നമ്മൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര റിവിഷനാണ് പറ്റുള്ളൂ. കോൺട്രാക്റ്റിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കോൺട്രാക്റ്റ് ഉണ്ടായി കാണിച്ചു തരാം കേട്ടോ. ഫോർ എക്സാമ്പിൾ അപ്പോൾ 100 പോസ്റ്റർ ഉണ്ടാക്കാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 100 പോസ്റ്റർ ഉണ്ടാക്കാൻ ആൾ ചൂസ് ചെയ്തിട്ടുള്ളത് ബേസിക് പ്ലാനാണ്. ബേസിക് പ്ലാന് ഇത്രയൊക്കെയാണ് റിവിഷന് പറ്റുള്ളൂ. എത്ര ദിവസം കൊണ്ട് ഡെലിവറിൻ്റെ കാര്യം അത് ഇവിടെ ഡെഡ് ലൈൻ ആൻഡ് ഡെലിവറി എക്സ്പെക്റ്റേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 100 പോസ്റ്ററാണ് ഇത്ര ഈ പ്ലാനാണ് അതിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ആ പ്ലാനിൻ്റെ പ്രൈസ് ഇത്രയാണ് ഒരു പോസ്റ്ററിന് വരുന്നത്. ഇത്ര റിവിഷൻസേ പറ്റുള്ളൂ. ഇൻ കേസ് എക്സ്ട്രാ റിവിഷന് കൊണ്ടുവന്നാൽ അതിനൊന്നിന് ഇത്ര രൂപ വെച്ച് പേയ്മെൻറ്റ് എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ പറയാം, കോൺട്രാക്റ്റിൽ പറയാം. ഓക്കെ, ഒരു കോൺട്രാക്റ്റ് വളരെ ഒരു വലിയ വലിയ വർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് നിങ്ങൾ എന്തായാലും വെക്കണം. മനസ്സിലായോ? ഓക്കെ, കോൺട്രാക്റ്റ് പിന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഹൗ ടു ക്രിയേറ്റ് എ സിമ്പിൾ ഫ്രീലാൻസർ കോൺട്രാക്ട്. എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുക? നെയിം, ബിസിനസ് നെയിം നമ്മളത് കേട്ടോ, നമ്മുടെ നെയിം, ബിസിനസ് നെയിം, ക്ലയൻറ്റ് നെയിം, ക്ലയൻറ്റിൻ്റെ ബിസിനസ് നെയിം, പ്രൊജക്റ്റ് സ്കോപ്പ്, വാട്ട് യു വിൽ ഡെലിവർ. പ്രൊജക്റ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ക്ലയന്റിന് ചെയ്ത് കൊടുക്കുന്നത് അതിനെയാണ് പ്രൊജക്റ്റ് സ്കോപ്പ് എന്ന് പറയാം. നമ്പർ ഓഫ് റിവിഷൻസ് അലൗഡ്, എത്ര റിവിഷൻ അലൗഡ് ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് ടേംസ്, അഡ്വാൻസ് ഉണ്ടെങ്കിൽ അഡ്വാൻസ്, ഫൈനൽ പേയ്മെന്റ്, പിന്നെ റീഫണ്ട് ആൻഡ് ക്യാൻസലേഷൻ പോളിസി. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, റീഫണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്, പിന്നെ ക്യാൻസലേഷൻ പോളിസി. പ്രോട്ടിപ്പോൾ ഉണ്ട്, കീപ്പ് കോൺട്രാക്ട് സിമ്പിൾ ബട്ട് പ്രൊഫഷണൽ. യു ക്യാൻ ക്യാൻവ ഡോക്സിൽ ചെയ്യാം, ഗൂഗിൾ ഡോക്സിൽ ചെയ്യാം, ഓർ നോഷനിൽ വേണമെങ്കിൽ. നോഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സാധനമാണ്, അതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് എ കോൺട്രാക്ട് ഹാവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് ഗൂഗിൾ ഡോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പേയ്മെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് അവോയ്ഡിങ് ഗെറ്റിംഗ് സ്കാമഡ്. അതായത് പേയ്മെന്റ് നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കണം. സ്കാം ഒന്നും നടക്കാതെ നമ്മൾ നോക്കണം. സ്കാം എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ച് പോവുക. നമുക്ക് നമ്മളെ പറ്റിച്ച് പോവാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. നെവർ സ്റ്റാർട്ട് വർക്ക് വിത്തൗട്ട് ആൻ അഡ്വാൻസ് പേയ്മെന്റ്. അഡ്വാൻസ് പേയ്മെന്റ് കിട്ടാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ എമൗണ്ട് ആണ്, ഒരു 2000-ന്റെ മേലേക്കാണ് നിങ്ങളുടെ വർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയിട്ട് ചെയ്യുക. ഒരു 2 to 10 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 50% അഡ്വാൻസ് കിട്ടിയിട്ട്. 2000-ന് താഴെയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് കിട്ടാതെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നിങ്ങൾ പേയ്മെന്റ് വാങ്ങിക്കുക. ഇനി 2000 തൊട്ട് 10,000 വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2000 തൊട്ട് 10,000 വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 50% അഡ്വാൻസ് വാങ്ങിക്കുക. ഇനി 10,000-ന് മേലെയാണെന്നുണ്ടെങ്കിൽ 30, 40, 30 എന്നുള്ള രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് വാങ്ങിക്കുക. പിന്നെ UPI എന്ത് വേണം നിങ്ങൾക്ക്, UPI യൂസ് ചെയ്ത് നിങ്ങൾക്ക് UPI ബാങ്ക് ട്രാൻസ്ഫറോ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് എ ക്ലയന്റ് റെഫ്യൂസ് ടു പേ ഇൻ അഡ്വാൻസ് ഇറ്റ് റെഡ് ഫ്ലാഗ്. അതായത് ഒരു ക്ലയന്റ് നിങ്ങൾ അഡ്വാൻസ് ചോദിച്ചു, ക്ലയന്റ് എന്ത് ചെയ്തു, അത് റിജക്ട് ചെയ്തു, അത് പറ്റില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട്. മനസ്സിലായോ? ഒരു ക്ലയന്റിനോട് നമ്മളൊരു അഡ്വാൻസ് ചോദിച്ചിട്ട് ആൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുടെ സംസാരവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. ഓക്കെ, ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട് അവിടെ. ഓക്കെ, ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ എ ലോങ് ടേം യൂസ് മൈൽ സ്റ്റോൺ പേയ്മെന്റ്. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. ഇനി ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ട് ടു ക്ലയൻസ് ടു സ്കോപ്പ് ആൻഡ് ക്രീപ്പ്. അതായത് ആസ്ക് ഫോർ മോർ വർക്ക് ദാൻ എഗ്രീഡ്. ആ എഗ്രിമെന്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വർക്ക് ക്ലയന്റ് നമ്മളോട് ചോദിക്കുക. റിക്വസ്റ്റ് എൻഡ്ലെസ് ചേഞ്ചസ്, ഒരുപാട് ചേഞ്ച് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുക. പേയ്മെന്റ് ഡിലേ ചെയ്യുക. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക. ഹൗ ടു ഹാൻഡിൽ പ്രൊഫഷണലി നമുക്കത് ഹാൻഡിൽ ചെയ്യണം. സെറ്റ് ബൗണ്ടറീസ്, മെൻഷൻ ദ റിവിഷൻ ലിമിറ്റ് ദ കോൺട്രാക്ട്. അപ്പം നമ്മളോട് പറഞ്ഞ് എന്ത് പറഞ്ഞു, ഇനിയും ചേഞ്ച് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോൺട്രാക്റ്റിൽ ഇത്ര ചേഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അത്ര ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. പിന്നെന്താ, ചേഞ്ച് ഫോർ എക്സ്ട്രാ വർക്ക്, ചാർജ് ഫോർ എക്സ്ട്രാ വർക്കിന് നമ്മൾ ചാർജ് ചെയ്യുക. യൂസ് ലേറ്റ് പേയ്മെന്റ് ഫീ. പേയ്മെന്റ് ഡിലേഡ് ബിയോണ്ട് 7 days വിൽ ബി ഇൻകേർഡ് 10% ലേറ്റ് ഫീ. അതായത് ഇപ്പോൾ പേയ്മെന്റ് ഡിലേ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേറ്റ് പേയ്മെന്റ് ഫീ ഈടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും ഈടാക്കലില്ല. മനസ്സിലായോ? അതിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. അതൊക്കെ നിങ്ങളൊരു കമ്പനിയായി മാറിയിട്ട് നിങ്ങൾക്ക് പോളിസിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത്. നമ്മളൊരു ജേണി ആണല്ലോ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, പിന്നെ അഡ്വാൻസ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഫഷണൽ ബ്രാൻഡിങ് ഫ്രീലാൻസേഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ കോൺട്രാക്ട് എഗ്രിമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ സിമ്പിളായിട്ട് ഒരു എഗ്രിമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ചാറ്റ് GPTയിൽ കയറിയിട്ട് I'm a graphic designer. I have a contract to design 300 posters in a month. I need to create an agreement for that.
വാട്ട് ഡീറ്റെയിൽസ് ഡു യു നീഡ് ടു ക്രിയേറ്റ് ആൻ അഗ്രിമെൻറ്റ്. എനിക്ക് 300 പോസ്റ്റർ ഒരു മാസം ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്, ChatGPT-നോട് ചോദിച്ചത്. അവർ ChatGPT എന്ത് ചെയ്തിട്ടുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് എന്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് ഫുൾഫിൽ ചെയ്യുക. അപ്പോൾ പാർട്ടീസ് ഇൻവോൾവ്ഡ്, യുവർ നെയിം ആൻഡ് യുവർ ബിസിനസ് നെയിം 1 എന്നിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, യുവർ നെയിം. ഇപ്പം എൻ്റെ പേര് ആഷിഖ്, എൻ്റെ പേര് ആഷിഖ്. എൻ്റെ ബിസിനസ് നെയിം ഇപ്പം എന്താ, ABCD. ഇനി സ്കോപ്പ് ഓഫ് ദ വർക്ക് നമ്മൾ എന്താണ് ചെയ്യുക, നമ്പർ ഓഫ് പോസ്റ്റർ പെർ മന്ത് 300. ടൈപ്പ് ഓഫ് പോസ്റ്റർ, ഏത് ടൈപ്പ് പോസ്റ്ററാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിജിറ്റൽ ആണോ സോഷ്യൽ മീഡിയ ആണോ. ഓക്കെ, അത് അങ്ങനെ ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യേണ്ട. അപ്പം നമ്പർ ഓഫ് പോസ്റ്റേഴ്സ് പെർ മന്ത് എന്തുണ്ട്, 300. ഞാൻ അവിടെ 300 കൊടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക, ടൈപ്പ് ഓഫ് പോസ്റ്റർ ഞാൻ അവിടെ ഡിജിറ്റൽ കൊടുക്കുകയാണ്. ഇനി അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പോസ്റ്റർ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് ഫില്ല് ചെയ്യണ്ട. ഓക്കെ, ഇനി ഇവിടെ സൈസ് ഫോർമാറ്റ് അങ്ങനെ എന്തെങ്കിലും, സൈസോ ഫോർമാറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഞാനിവിടെ സൈസൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. പിന്നീട് സൈസിന് എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ 10 പിക്സൽ ടു 1080p പിക്സൽ ടു 1080p പിക്സൽ കൊടുക്കുകയാണ് സൈസ്. പിന്നെ ഡിസൈൻ സ്റ്റൈല് ഓർ തീം റിക്വയർഡ്, എന്ത് ഡിസൈനിങ് സ്റ്റൈലാണ്, തീമാണ് റിക്വയർ ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കണം. ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നമുക്ക് സിമ്പിൾ ആൻഡ് മോഡേൺ. പിന്നെ whenever revision are involved, how many, 2 revision two revisions. പിന്നെ മൂന്നാമത്തേൽ ടേൺ അറൗണ്ട് ടൈം പെർ പോസ്റ്റർ, ഒരു പോസ്റ്റർ നമ്മൾ എടുക്കുന്ന ടൈമാണ് ചോദിച്ചത്. നമ്മളൊക്കെ അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാങ്ക് ആക്കിയിടാം. രണ്ടാമത്തെ മോഡ് ഓഫ് ഡെലിവറി, നമ്മൾ എങ്ങനെയാണ് ഇത് ഡെലിവറി ചെയ്യുക, നമ്മളിത് എങ്ങനെയാണ് അയച്ചു കൊടുക്കുക. ഞാൻ വാട്സപ്പാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ ക്ലയൻറ്റിനോട് ചോദിച്ചിട്ടുണ്ടോ, ക്ലയൻറ്റിനോട് ചോദിച്ചിട്ടാണ് ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടത്. ക്ലയൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ക്ലയൻറ്റിനോട് ചോദിച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നാലാമത്തെ ടോട്ടൽ മന്ത്ലി പേയ്മെൻറ്റ് എമൗണ്ട്, മന്ത്ലി നമുക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നോട്ട് ഞാൻ ഇവിടെ, നമുക്ക് മന്ത്ലി അല്ലല്ലോ, നോട്ട് മന്ത്ലി, ഇറ്റ്സ് എ കോൺട്രാക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം മന്ത്ലി അല്ലാതെ കോൺട്രാക്റ്റ് ആണ്. പേയ്മെൻറ്റ് മെത്തേഡ് UPI ആണ്, UPI വഴിയാണ് പേയ്മെൻറ്റ്. പിന്നെന്താ, പേയ്മെൻറ്റ് സ്കെഡ്യൂൾഡ്, അഡ്വാൻസ്, മൈൽ സ്റ്റോൺ, ഫുൾ പേയ്മെൻറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ. എങ്ങനെയാണ് നമ്മളിത്, ഇപ്പോൾ ഞാൻ അഡ്വാൻസ് കൊടുക്കുകയാണ്, മൈൽ സ്റ്റോൺ കൊടുക്കാം. മൈൽ സ്റ്റോൺ കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ മന്ത്ലി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാസം അവസാനം അയച്ചു കൊടുക്കുകയല്ല, ഒരു മാസം അവർക്ക് ഇത്ര ഉണ്ടാവും, അപ്പോൾ ഓല് നമുക്ക് വർക്ക് തരും, അയച്ചു കൊടുക്കും, പേയ്മെൻറ്റ് തരും. അങ്ങനെ അല്ല മാസാവസാനം എല്ലാവർക്കും ഇപ്പോൾ 300 ഉണ്ടെന്നുണ്ടെങ്കിൽ 300 ഈ മാസാവസാനം അയച്ചു കൊടുക്കുകയല്ല, ഒരു മാസം 300 ഉണ്ടാവും. അപ്പോൾ 300 കംപ്ലീറ്റ്, അപ്പോൾ 10 ആദ്യം കംപ്ലീറ്റ് ആയി, എന്നാൽ 10 ക്യാഷ് എന്ത് ചെയ്യും, അവർ തരും. ഓക്കെ, അപ്പോൾ മൈൽ സ്റ്റോൺ അല്ലേ, അതിങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടും, മൈൽ സ്റ്റോൺ ബേസ്ഡ്. ഓക്കെ, പിന്നെ ലേറ്റ് പേയ്മെൻറ്റ് പെനാൾട്ടീസ്, പേയ്മെൻറ്റ് ലേറ്റ് ആയാൽ എന്താണ് പെനാൾട്ടി ഉള്ളത് എന്നുള്ളത് ചോദിച്ചത്. പേയ്മെൻറ്റ് ലേറ്റ് ആയാൽ നമുക്ക് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിച്ചത്. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ, ഞാൻ അവിടെ നണ്ണ് എന്ന് കൊടുക്കണമൊന്നുമില്ല. 5 നമ്പർ ഓഫ് ഫ്രീ റിവിഷൻ അലൗഡ് പെർ പോസ്റ്റർ, ഒരു പോസ്റ്ററിന് എത്ര ഫ്രീ റിവിഷൻ അലൗഡ് ആണ്, 2. ചാർജസ് ഫോർ അഡീഷണൽ റിവിഷൻ എത്രയാണ് ചാർജ്, ഞാനിവിടെ 100 രൂപ കൊടുക്കുകയാണ്. പിന്നെ ഓണർഷിപ്പ് ആൻഡ് കോപ്പിറൈറ്റ് ഇഷ്യൂ, ഹൂ ഓൺ ദ ഫൈനൽ ഡിസൈൻ ആരാണ് ഓൺ ചെയ്യുക, ക്ലയൻറ്റ്. കാരണം ക്ലയൻറ്റ് നമുക്ക് ക്യാഷ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഡിസൈൻ ക്ലയൻറ്റിൻ്റെ ആണ്, നമ്മളതല്ല. ഓക്കെ, വെനെവർ യു ക്യാൻ
ഷോക്കേസ് ദ വർക്ക് ഇൻ യുവർ പോർട്ട്ഫോളിയോ. ഇത് നമ്മൾ ക്ലയൻറ്റിനോട് ചോദിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അതെന്താ ചോദിക്കുന്നത് എന്താ അറിയോ? ഇപ്പം നമ്മളൊരാൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ ഓക്കെ, അത് അവരുടെ വർക്കാണ്. നമ്മളൊരാൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ അയാൾ നമുക്ക് ക്യാച്ച് ചെയ്ത് തന്നാൽ പിന്നെ ആ വർക്ക് നമ്മളതേ അല്ല, അത് അവരുടെ വർക്കാണ്. മനസ്സിലായോ? അപ്പോൾ ആ വർക്ക് നമുക്ക് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനോ പിന്നെ അതിന് നമുക്ക് റൈറ്റ് ഇല്ല. നമുക്ക് അതിനൊന്നും ചെയ്യാം പിന്നെ നമുക്ക് റൈറ്റ് ഇല്ല. പിന്നെ നമ്മൾ നമ്മളെ ക്ലയൻറ്റിനോട് ചോദിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യട്ടെ, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കണം. എന്ന് ചോദിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ, പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ വർക്ക് കംപ്ലീറ്റ് ആയാൽ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യോ ഇല്ലയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ ചോദ്യം നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനോട് ചോദിക്കണം. എന്ത്, ഞാൻ കോൺട്രാക്ട് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ വർക്ക് എൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യട്ടെ വിത്ത് യുവർ പെർമിഷൻ എന്ന് ചോദിക്കണം. അപ്പോൾ അവർ ഓക്കെ പറയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക അവിടെ. ഓക്കെ, അത് ഒരു 70% ആൾക്കാർ ഓക്കെ പറയും. കാരണം അവർക്കൊരു ഫ്രീ പ്രൊമോഷൻ അല്ലേ കിട്ടുന്നത്. ഓക്കെ, ലോഗോ കാര്യങ്ങളൊന്നും പറ്റൂല, പോർട്ട്ഫോളിയോ പറ്റും, അല്ല പോസ്റ്ററും കാര്യങ്ങളൊക്കെ പറ്റും. കാരണം അവർക്കൊരു ഫ്രീ പ്രൊമോഷൻ അല്ലേ കിട്ടുന്നത്. നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പേജിൽ അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട്, റീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രൊമോഷൻ അല്ലേ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എന്താ കൊടുക്കണം, നോ 7 കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്ലോഷർ ഇഫ് ഇറ്റ്സ് നീഡഡ് വെനെവർ ഡിസൈൻ ആൻഡ് ബിസിനസ് ഡീറ്റെയിൽ മസ്റ്റ് റിമെയിൻ കോൺഫിഡൻഷ്യൽ. അതായത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്, ഇത് സീക്രട്ട് ആയിട്ട് നിൽക്കണോ, ആരോടും പറയാൻ നിൽക്കണോ, അങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി ആണ്. നീഡ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ഞാൻ കൊടുക്കുന്നില്ല. കോൺട്രാക്ട് ഡ്യൂറേഷൻ, എത്ര ഡ്യൂറേഷൻ ആണ് കോൺട്രാക്ട് ഡ്യൂറേഷൻ ആണ് ചോദിക്കുന്നത്. എത്രയാണ് ഡ്യൂറേഷൻ ഉള്ളത്? ഇപ്പം ഞാൻ 1 month എന്ന് കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ട് ഡ്യൂറേഷൻ 1 month ആണ്. അതൊക്കെ അവരോട് ചോദിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. സെറ്റ് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ്, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം, കോൺട്രാക്ട് ഡ്യൂറേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 2025 to 31/01/2025 എന്ന് കൊടുക്കണം. കണ്ടീഷൻ ഫോർ കോൺട്രാക്ട് ടെർമിനേഷൻ, അതായത് ഈ കോൺട്രാക്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമല്ലോ, എന്ത് കണ്ടീഷൻ വന്നാലാണ് ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺട്രാക്ട് വേണ്ടാന്ന് വെക്കും. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലാണ് നമ്മൾ ഈ കോൺട്രാക്ട് വേണ്ടാന്ന് വെക്കുക? എങ്ങനെ വന്നാലാണ് നമ്മൾ ഈ കോൺട്രാക്ട് വേണ്ടാന്ന് വെക്കുക? നോൺ പേയ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ ഈ കോൺട്രാക്ട് എന്ത് ചെയ്യും, വേണ്ടാന്ന് വെക്കും. പിന്നെ ബ്രീച്ച് ഓഫ് ദ കോൺട്രാക്ട് ഉണ്ട്. പേയ്മെൻറ്റിൻ്റെ എന്തെങ്കിലും, അതായത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ആഡ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പേയ്മെൻറ്റിൻ്റെ, അതായത് ഇപ്പോൾ നമ്മളെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഞാൻ ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യും എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറെ എന്തുവാണെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തുവാണെങ്കിലും എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഇനി 9ാമത്തത് റെസൊല്യൂഷൻ, ഹൗ വിൽ ഹാൻഡിൽ നമ്മൾ എന്ത് ആക്ഷനാണ് ഇതിന് മേലെ എടുക്കുക. ഓക്കെ, വേണമെന്നില്ല, ഞാൻ അവിടെ ഫില്ല് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അഡീഷണൽ ക്ലോസസ്, എനി ഓതർ സ്പെസിഫിക് ടേം എഗ്രീഡ് അപ്പോൺ ദ ക്ലയൻറ്റ്, എന്തെങ്കിലും ടേം ഉണ്ടോ എന്നുള്ളതാണ് 10ാമത്തെ ചോദിക്കുന്നത്. അപ്പം ഞാനുണ്ട്, യെസ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ദ ക്ലയൻറ്റ് ചൂസഡ് ബേസിക് പ്ലാൻ for poster design. That contain amount നമ്മളിവിടെ പറഞ്ഞിട്ടില്ലല്ലേ, എവിടെ ഇതിൻ്റെ amount പറഞ്ഞിട്ടില്ലല്ലോ. ടോട്ടൽ മന്ത്ലി പേയ്മെൻറ്റ് തന്നിട്ടുണ്ട് ഇവിടെ 4ാമത്തതിൽ. നോട്ട് മന്ത്ലി, അതോടെ ടോട്ടൽ മന്ത്ലി പേയ്മെൻറ്റ് നമ്മളോട് ചോദിച്ചാണ്. നോട്ട് മന്ത്ലി, ഇറ്റ്സ് എ കോൺട്രാക്ട്. ഞാനിവിടെ 250 per പോസ്റ്റർ.
ഞാൻ കൊടുക്കാണ്. ബേസിക് പ്ലാൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് കണ്ടെയ്ൻ 400 per poster, but we provide in 250. Also plan included എന്താ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? 2 revisions, no content creation and no market trend adoption. It's totally basic plan. ഞാൻ ChatGPT-നോട് പറയാണ്, make the agreement more simple and professional എന്ന് പറഞ്ഞു. ഓക്കെ, പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ChatGPT നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടാ, ആ എഗ്രിമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ ആൻഡ് പ്രൊഫഷണൽ എന്ന് കൊടുത്തുകൊണ്ടാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. നമുക്കത് മാറ്റിയിട്ട് ആ സിമ്പിളായിട്ട് ഒഴിവാക്കാം. ആ താഴത്തെ സെന്റൻസ് തന്നെ വേണ്ട, അത് ഒഴിവാക്കിയിട്ട് അയച്ചു തന്നിടാം. അയ്യോ, കോൺട്രാക്ട് ഇവിടെ ക്രിയേറ്റ് ആയി വരണം. ഞാനിവിടെ പോയിട്ട് ഇതേ സാധനം കോപ്പി വേണ്ട. ChatGPT നമുക്ക് എന്താ പോസ്റ്റർ ഡിസൈനിങ് എഗ്രിമെന്റ് ഡേറ്റ് തന്നിട്ടുണ്ട്. ഡിസൈനർ എൻ്റെ പേര് വേണ്ട, ആഷിഖ്, കമ്പനി നെയിം ABCD, ക്ലൈൻറ്റ് നെയിം അവിടെ ചോദിച്ചിരുന്നു അല്ലേ? ക്ലൈൻറ്റ് നമ്മളവിടെ ആഡ് ചെയ്തില്ല. ക്ലൈൻറ്റ് നെയിം ഉണ്ട്, ക്ലൈൻറ്റ് നെയിം നമ്മളോട് ആഡ് ചെയ്തിട്ടില്ല, മറന്നുപോയി. ഓക്കെ, ക്ലൈൻറ്റ് നെയിം, ക്ലൈൻറ്റ് ബിസിനസ് നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കോപ്പ് ഓഫ് ദ വർക്ക്, സൈസ്, സ്റ്റൈല്, ഫോർമാറ്റ്, റിവിഷന്, ഡെലിവറി ടേം, പേയ്മെൻറ്റ് കണ്ടീഷന്, റിവിഷൻ ആൻഡ് അഡീഷണൽ എഡിറ്റ്, ഓണർഷിപ്പ് ആൻഡ് കോപ്പി റൈറ്റ്, കോൺട്രാക്ട് ആൻഡ് ഡ്യൂറേഷൻ ആൻഡ് സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ടോ. എല്ലാ കാര്യങ്ങളും എന്തുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ട അറിയോ? അപ്പോൾ ഞാനിവിടെ സിഗ്നേച്ചർ ഇടുക, ക്ലൈൻറ്റ് ഇവിടെ സിഗ്നേച്ചർ ഇടുക, അത്ര പണിയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു കോൺട്രാക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പ്രൊഫഷണലിസം അല്ല. നമുക്ക് എന്ത് ചെയ്യാം, make it looks like more പ്രൊഫഷണലിന്റെ സ്പെല്ലിംഗ് ഇല്ല. more professional based on Indian standard. അപ്പോൾ ഉണ്ട് ഒന്നും കൂടിയും പ്രൊഫഷണൽ ആയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആണോ, ഇന്ത്യൻ ലോ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ അറിയോ, നേരെ കോപ്പി ചെയ്യാം.
ഇതെല്ലാം വായിച്ചു നോക്കുന്നുണ്ട്, എല്ലാം കറക്റ്റ് അല്ലേ നോക്കണം. ഇവിടെ വന്ന ഗൂഗിൾ ഡോക്സ്, ആഡ് ന്യൂ, ഇവിടെ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇപ്പം എന്ത് സംഭവിച്ചു, അത് കറക്റ്റ് ഇവിടെ വന്നു. ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്ലയൻറ്റിൻ്റെ പേര് ആഡ് ചെയ്തിട്ടില്ല, അതാണ് ഇവിടെ വരാത്തത്. നമ്മളവിടെ ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡയമെൻഷന് എല്ലാ കാര്യങ്ങളും എന്തുണ്ട് അതുപോലെ കറക്റ്റ് ഇവിടെ വന്നാണ്ടോ. ഇനി എന്ത് ചെയ്യാം, ഡൗൺലോഡ് PDF എടുക്കുക, PDF ആയി ഡൗൺലോഡ് ആവും. എന്നിട്ട് ക്ലയൻറ്റിന് അയച്ചു കൊടുത്തിട്ട് ക്ലയൻറ്റിനോട് പറയാം ഇതിൽ ഇവിടെ നിങ്ങൾ സിഗ്നേച്ചർ ഇടണം ആദ്യം, എന്നിട്ട് ഇവിടെ ക്ലയൻറ്റിനോട് സിഗ്നേച്ചർ ഇടാൻ പറയാം. സിഗ്നേച്ചർ ഇടാൻ ആപ്പിൽ PDF സിഗ്നേച്ചർ എന്നുണ്ടാവും. നമ്മുടെ ഐഫോൺ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ PDF ഓൺ ആക്കിയാൽ തന്നെ അവിടെ ആഡ് സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൽ പുതിയ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ കമ്പ്യൂട്ടറിലും സിഗ്നേച്ചർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ കമ്പ്യൂട്ടറിൽ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ലല്ലോ. ആപ്പ് ഉണ്ട്, PDF സിഗ്നേച്ചർ ആഡർ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് എന്തിട്ടും പ്ലേ സ്റ്റോറിൽ ആപ്പ് കിട്ടും. അതിൽ ഓപ്പൺ ആക്കിയിട്ട് അതിൽ സിഗ്നേച്ചർ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അത്ര ഉള്ളൂ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. നിങ്ങളെല്ലാം വായിച്ചു നോക്കിയിട്ട് എല്ലാം ഇവിടെ പറഞ്ഞ പോലെ കൊടുത്താൽ മതി. ഞാനിവിടെ ആദ്യം കൊടുത്തിട്ടില്ല, നിങ്ങളെന്ത് പറയാം, ക്രിയേറ്റ് ആൻ എഗ്രിമെൻറ്റ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ ലോസ്. ഓക്കെ, മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ എന്ന് അടിക്കുക. എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. ക്ലയൻറ്റിനോട് ചോദിക്കാനുള്ളത് ക്ലയൻറ്റിനോട് ചോദിക്കുക, എന്നിട്ട് എല്ലാം ഫില്ല് ചെയ്യുക. ഓക്കെ, ഫില്ല് ചെയ്യാൻ എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് എല്ലാം വായിച്ച് നോക്കിയിട്ട് ഗൂഗിൾ ഡോക്സിലിടുക, എക്സ്പോർട്ട് ചെയ്യാം. പരിപാടിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അഡ്വാൻസ് മാർക്കറ്റിംഗ് ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ് ഫോർ ഫ്രീലാൻസേഴ്സ്. ഇതിൽ നമുക്കൊന്നും പറയാനില്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. വൈ മോസ്റ്റ് ഫ്രീലാൻസേഴ്സ് സ്ട്രഗിളിങ് ഗെറ്റ് ക്ലയൻസ്. ക്ലയൻസിനെ കിട്ടാൻ എന്തുകൊണ്ടാണ് ഫ്രീലാൻസർ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഫ്രീലാൻസർ ഹു ഓൺലി റിലൈ ഓൺ ജോബ് പ്ലാറ്റ്ഫോം ലൈക്ക് അപ്വർക്ക് സ്ട്രഗിൾ ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്വർക്ക് ഒക്കെ എന്താ ഫ്രീലാൻസേഴ്സിന് കിട്ടാനുള്ള പ്ലാറ്റ്ഫോമാണ്, അല്ല വർക്കേഴ്സിന് കിട്ടാനുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസർ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്രീലാൻസേഴ്സ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാട്സപ്പിൽ പേജ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട് നമുക്ക്. പിന്നെന്താ, നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഓരോരുത്തരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും വേസ് ഉണ്ട്. പൊതുവേ ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ ഒരു വേ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഫ്രീലാൻസർ സ്ട്രഗിൾ ചെയ്യാൻ കാരണം. പിന്നെ വാട്സപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വാട്സപ്പ് നമ്മൾ ബിസിനസ് വാട്സപ്പ് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സോഷ്യൽ മീഡിയേൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞുതരാം. വാട്സപ്പ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും, ഫേസ്ബുക്ക് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വാട്സപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മുടെ ക്ലയൻസ് ഉണ്ടല്ലോ, അവരുടെ എല്ലാം നമ്പർ നിങ്ങൾ സേവ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഡേ ടു ഡേ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. പരസ്യം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ നിൽക്കണം. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ നമുക്ക് ആരുടെ കയ്യിൽ നിന്നും ക്യാഷ് ഒന്നും വേണ്ടല്ലോ. നിങ്ങൾ എല്ലാ ക്ലയൻസിനും നമ്പർ സേവ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഒരു 500 ക്ലയൻസ്, ഒരു 1000 ക്ലയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം 10-20 വർക്ക് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ സ്റ്റാറ്റസിൽ തന്നെ വരും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ട്രെൻഡ്, ഇപ്പോൾ ഓരോരോ ട്രെൻഡ് വരുമ്പോൾ ആ ട്രെൻഡ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതുപോലെ ഇപ്പോൾ പുതിയ നിങ്ങൾ വർക്ക് ചെയ്തു, ഞാൻ വർക്ക് എന്ത് ചെയ്യുക, ക്ലയൻറ്റിനോട് ചോദിക്കുക, ഞാനിത് എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടട്ടെ എന്ന് ചോദിക്കുക. ക്ലയൻറ്റ് നമുക്ക് പെർമിഷൻ തന്നാൽ സ്റ്റാറ്റസ് ഇടാം. അങ്ങനെ ഓരോ ദിവസം വാട്സപ്പിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക, സ്റ്റാറ്റസ് അങ്ങനെ ഇട്ടുകൊണ്ടേ നിൽക്കുക. ഓരോരോ വർക്ക് എടുത്ത് സ്റ്റാറ്റസ് അങ്ങനെ ഇട്ടുകൊണ്ടേ നിൽക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഓൾറെഡി നിലവിലുള്ള ക്ലയൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വർക്ക് എടുത്ത് വർക്കെല്ലാം കംപ്ലീറ്റ് ആയ ക്ലയൻസ്, അപ്പോൾ അവരെല്ലാം ഇത് കാണും. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വീണ്ടും എന്ത് കിട്ടും, വർക്ക് കിട്ടും. മനസ്സിലായോ? പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ചിരുന്നല്ലോ. ഓക്കെ, അവരുടെ കയ്യിൽ നമുക്ക് വീണ്ടും വർക്ക് കിട്ടും. പിന്നെ പറഞ്ഞു വന്ന ട്രെൻഡ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ട്രെൻഡ് ഉണ്ട്. അപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ ദുബായ് ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, ദുബായ് ഫ്രെയിമിൽ പോസ്റ്റർ ഇങ്ങനെ വീഡിയോയിൽ വെച്ചിട്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. വീഡിയോ കിട്ടുമോ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതൊരു ട്രെൻഡാ. കാരണം ഇതൊരു ഫ്രെയിമാ. ഇത് ചെയ്ത ആളുകൾ ഇതുപോലെ
നമ്മുടെ മറ്റേ സ്റ്റോക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിമാണ്. എന്നിട്ട് ആ ഫ്രെയിമിൽ അവരെന്ത് ചെയ്തു, ഈ ഒരു അവരുടെ പരസ്യം എന്ത് ചെയ്തു, അവർ ആഡ് ചെയ്തു. മനസ്സിലായോ? അവരുടെ പരസ്യം എന്ത് ചെയ്തു, അവർ ആഡ് ചെയ്തു. ഇതിനാണ് ട്രെൻഡ് അഡോപ്റ്റേഷൻ എന്ന് പറയാം. ഞാൻ ഓൾറെഡി ഒരു ട്രെൻഡ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെൻഡ് അഡോപ്റ്റ് ചെയ്യല്ല, ട്രെൻഡ് പഠിക്കാൻ ശ്രമിക്കുക. ഇനി പഠിക്കാൻ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, ഔട്ട്സോഴ്സ് ചെയ്യുക. നമ്മളെപ്പോഴും ട്രെൻഡിങ് ആയിരിക്കണം. ഇപ്പോൾ ഇതുപോലെ ഒരു ട്രെൻഡ് വന്നു, എന്നിട്ട് നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ക്ലയൻസ് ഉണ്ടല്ലോ, ആ ക്ലയൻസ് ഇത് കാണും, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കാരണം എന്താ, അവർക്ക് ഈ ട്രെൻഡ് വേണം. മനസ്സിലായോ? അതുപോലെ ഒരുപാട് ട്രെൻഡ് ഡേ ടു ഡേ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കല്ലേ. ഓക്കെ, ഇപ്പോൾ ദുബായ് ഫ്രെയിം ഒരു ട്രെൻഡ് ആയിരുന്നു. അതുപോലെ ഫ്ലോട്ടിംഗ് പോസ്റ്റർ, അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ അവരുടെ ഷോപ്പിൻ്റെ മുന്നിൽ ആനിമേറ്റ് ചെയ്തിട്ട് ഫ്ലോട്ടിംഗ് പോസ്റ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊരു ട്രെൻഡായിരുന്നു. മനസ്സിലായോ? ഇതെല്ലാം ഡേ ടു ഡേ മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ട്രെൻഡ് പഠിക്കുക. ഇനി പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതറിയുന്ന ആളുകളുണ്ടല്ലോ, അവരെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അവരോട് ചെയ്തു തരുമോ ചോദിക്കുക, എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്മീഷൻ എടുക്കുക. മനസ്സിലായോ? ഉള്ളൂ. അപ്പോൾ ട്രെൻഡിങ് വന്നുകൊണ്ടേ ഇരിക്കും. ആ ട്രെൻഡിങ് നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കും, നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ട് അപ്ഡേറ്റ് ആവുന്ന ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം. ദിവസം എന്തായാലും നമ്മളത് ഹാൻഡിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ ചില കമ്പനീസിൻ്റെ അവരുടെ സോഷ്യൽ മീഡിയ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുക. അവർക്ക് അതിനും നമുക്ക് ക്യാഷ് കിട്ടും. മന്ത്ലി പേയ്മെൻറ്റാണ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പഠിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ട്രെൻഡ് ഉണ്ട്, ഇതുപോലെ കുറേ ട്രെൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ എന്തായിരിക്കണം, മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്താ, ടു മച്ച് കോമ്പറ്റീഷൻ, പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് ഫ്രീലാൻസിങ് ഫീൽഡിൽ. അതുകൊണ്ടും ജോബ് കിട്ടാനുള്ള എന്തുണ്ട്, കുറവുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എത്ര കോമ്പറ്റീഷൻ ഉണ്ടായാലും ഇനി അത് ഫ്രീലാൻസിങ് എന്നല്ല, എല്ലാ ബിസിനസ്സിലും കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ നമ്മളെ വർക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവർ നമ്മുടെ കയ്യിലേ വരുള്ളൂ. ഓക്കെ, പിന്നെ ക്ലയൻസ് ചൂസ് ദ ചീപ്പസ്റ്റ് ഓപ്ഷൻ, നോ ലോങ് ടേം ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്ലയൻറ്റിനായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഇല്ലാത്തത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലയൻറ്റിനോട് നമ്മളെ നമ്പർ സേവ് ചെയ്യാൻ പറയണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ എല്ലാ ലിസ്റ്റും വേണം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്താവും, അവർ നമ്മളെ പുതിയ വർക്ക് അവർ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവർ നമുക്ക് തന്നെ ആ വർക്ക് തരും. അപ്പോൾ നമ്മളും അവരും തമ്മിൽ എന്തുണ്ട്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ട്. മനസ്സിലായോ? സൊല്യൂഷൻ, ബിൽഡ് യുവർ ഓൺ പേഴ്സണൽ ബ്രാൻഡ്, അട്രാക്ട് ക്ലയൻറ്റ് ഡയറക്ട്ലി ത്രൂ ദ സോഷ്യൽ മീഡിയ, റെഫറൽസ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ തന്നെ ഹൗ ടു ഗെറ്റ് ക്ലയൻറ്റ് വിത്തൗട്ട് റീപേയിങ് സോഷ്യൽ മീഡിയ. അതായത് പേ ചെയ്യാതെ എങ്ങനെ ക്ലയൻസിനെ കിട്ടാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. എങ്ങനെ ക്ലൗഡ് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കമ്പനീസ് ഉണ്ട്, നമ്മൾ ലിങ്ക്ഡിനിൽ നിന്ന് അവരുടെ മെയിൽ എടുത്തിട്ട് അവർക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു ബിസിനസ്സിൻ്റെ ജേണി ഇങ്ങനെ കണ്ടു, അപ്പോൾ അവർക്ക് മെയിൽ ചെയ്യുക, നിങ്ങളെ ഇത് ഞാൻ കണ്ടു, ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കാൻ, അങ്ങനെയല്ല, പ്രൊഫഷണലായിട്ട് മെയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അപ്പോൾ ഒരു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു റീൽ കണ്ടു, അതായത് അവർ ബിസിനസ് തുടങ്ങുകയാണ്, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ടീമാണ്, നിങ്ങളെ കംപ്ലീറ്റ് ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് നമുക്ക് തരാം. ഓക്കെ, അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൈസിൽ മാറ്റം വരുത്താം. കാരണം അവർക്ക് നിങ്ങൾക്ക് ഒരു 50% ചെയ്തു കൊടുക്കുക, ബാക്കി 50% അവരോട് പ്രൊമോഷനായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. കാരണം അവരുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സും റീച്ചും ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് പ്രൊമോഷൻ ചോദിക്കുക. അതായത് അവരോട് ജസ്റ്റ് റീലിലൊക്കെ പ്രൊമോട്ട് ചെയ്യൂലേ, പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പരസ്യം കൊടുക്കൂലേ, ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിക് ഡിസൈനും ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ കമ്പനിയാണ്, അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു, എല്ലാ വർക്കും അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ കൊടുക്കൂലേ, പരസ്യം കൊടുക്കൂലേ, അതുപോലെ പരസ്യം കൊടുക്കുക. അതായത് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് അവരോട് കാര്യം പറഞ്ഞു, നമ്മൾ കുറച്ച് ക്യാഷ് വാങ്ങി, ബാക്കി കുറച്ച് ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, അത് നിങ്ങൾക്ക് തോന്നണം കേട്ടോ, ക്യാഷ് വാങ്ങിക്കുന്നത് വെർത്താണ്, ചെയ്യുന്ന വർക്കിന് വെർത്താണ്, ബാക്കി അവന് പരസ്യം കൊടുത്താൽ അവന് പരസ്യം ചെയ്യും, ആ ചെയ്തുമ്പോൾ നമുക്ക് എൻക്വയറി വരും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണം, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അല്ലാതെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 1000 വ്യൂവേഴ്സ് ഉള്ളവരുടെ അടുത്ത് കൊടുത്തിട്ട് വെറുതെ ക്യാഷ് കളയരുത്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ നമുക്കൊരു പ്രൊമോഷനും വേണമെങ്കിൽ ഇതാക്കാം. പിന്നെ ലോക്കൽ ബിസിനസ് നെറ്റ്വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലുള്ള കോഫീസ്, അതുപോലെ നാട്ടിലുള്ള ബിസിനസ്സിനൊക്കെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് വർക്ക് ഉണ്ടോ ചോദിക്കാൻ പറ്റും. ഫ്രീലാൻസിങ് മാർക്കറ്റ് പ്ലേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീലാൻസ് വർക്ക് കിട്ടും. അതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പ് സ്റ്റോക്സ് അതൊരു പ്ലാറ്റ്ഫോമാണ്, ടോപ്പ് പാൽ എന്ന് പറഞ്ഞത് അതൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ഫ്രീലാൻസിങ് വർക്ക് കിട്ടും. പിന്നെ വേർഡ് ഓഫ് മൗത്ത് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ നേരത്തെ ഐഫോണിൻ്റെ കേസ് പറഞ്ഞില്ലേ,
ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഞാനൊരു നല്ല മിൽക്ക് ഷേക്ക് കുടിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയും, എടാ ആ ഷോപ്പത്തെ മിൽക്ക് ഷേക്ക് അടിപൊളിയാണ്, അപ്പോൾ അവൻ പോയി കുടിക്കും. പിന്നെ അവൻ എന്ത് ചെയ്യും, അവൻ്റെ ഫ്രണ്ടിനോട് പറയും. അങ്ങനെ പറഞ്ഞ് പോകില്ലേ അത്. ഇപ്പോൾ നിങ്ങളൊരാൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തു, അയാൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഏൽപ്പിക്കും. പിന്നെ വേറെ ആർക്കെങ്കിലും റെഫറും ചെയ്ത് കൊടുക്കും. വേർഡ് ഓഫ് മൗത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ ബിസിനസ് വളരാൻ തുടങ്ങും. അന്ന് മുതൽ നിങ്ങളുടെ ബിസിനസ് ടോപ്പ് ലെവൽ വളരാൻ തുടങ്ങും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ വർക്ക് കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം. വേർഡ് ഓഫ് മൗത്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പിന്നെ ലെസൺ 22 എക്സ്പാൻഡിങ് ബിയോണ്ട് ഫ്രീലാൻസിങ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിസൈനിങ് ഏജൻസി. നമ്മൾ ഏജൻസിയിലെത്തി. ഏജൻസി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കമ്പനി ആക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ വന്ന് ഒരു തലക്കം തുടങ്ങി ഇപ്പോൾ നമുക്ക് എംപ്ലോയീസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം മന്ത്ലി നമുക്ക് ഒരു 5 to 6 lakh നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ പേജസ് ഉണ്ട്. നമുക്ക് ഇത്ര വർക്ക് വരുന്നുണ്ട്. എല്ലാം ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഓൺലൈനായിട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഇതിനെ കമ്പനി ആക്കാൻ പോകണം. നമ്മൾ ആദ്യം നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏജൻസിയൊക്കെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി വേണം, സ്വന്തമായിട്ടൊരു പേരിലൊരു ബിസിനസ് വേണം, അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. എന്ത് ചെയ്യുക, ഏജൻസി ആയ വേറെ കുറേ മെച്ചങ്ങളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു ലൊക്കേഷൻ നോക്കിയിട്ട് നല്ലൊരു കാര്യങ്ങൾ ലൊക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഏജൻസി തുടങ്ങാം. ഓക്കെ. ഏജൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഷോപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ ഷോപ്പല്ല, അത്യാവശ്യം വലിയ ഗ്രാഫിക് ഡിസൈനിങ് വർക്കൊക്കെ എടുക്കുന്ന ഒരു കമ്പനി രീതിക്ക് എന്ത് ചെയ്യുക, നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏജൻസി ആക്കിയുള്ള മെച്ചങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. വൺസ് യു ഹാവ് റെഡി ടു ക്ലയൻറ്റ്സ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ, അതായത് ഇപ്പം എല്ലാം റെഡിയായി. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതിനെ ഏജൻസി ആക്കുക എന്നുള്ളതാണ്. ഓക്കെ. കമ്പനി ആക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇറ്റ്സ് ഏൺ. ഈ ഏജൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? നിങ്ങൾ വേറെ ബിസിനസ് വേറെ അതാക്കാൻ പോവുകയാണ് ഇനി. ഓക്കെ. നിങ്ങൾ വേറെ ബിസിനസ് വേറെ എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വേറെ ഒരാൾക്ക് വിൽക്കുക എന്നുള്ളതല്ല. നിങ്ങൾ അതിനൊരു ഏജൻസി ആക്കി ഇടാൻ പോവാണ്. കാലങ്ങളോളം നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി തരുന്ന ഒരു ഏജൻസി ആക്കി ഇടാൻ പോവാണ്. ഓക്കെ. ഏൺ മണി വിത്തൗട്ട് ഡൂയിങ് ഓൾ വർക്ക്. വേണ്ട, വിത്തൗട്ട് ഡൂയിങ് ഓൾ വർക്ക്. നമ്മൾ ഒരു വർക്കും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്യാഷ് ഏൺ ചെയ്യാൻ പോവാണ്. നമ്മളൊരു കമ്പനീനെ ഇത്രയും വളർത്തി കൊണ്ടുവച്ചു. ഓക്കെ. വൺസ് യു ഹാവ് study for clients next level building agency earn money without doing all work. Okay, the lesson will cover hire a team, എങ്ങനെ ഒരു ടീമിനെ ഹയർ ചെയ്യാം, how to charge premium agency price, how to with international clients. ഓക്കെ. ടീം എങ്ങനെ ഹയർ ചെയ്യാം, പ്രീമിയം എന്താണ് ചാർജ്, പ്രീമിയം ഏജൻസി പ്രൈസ്, ഏജൻസിക്കായിട്ട് വേറെ പ്രൈസ് ഒക്കെ ഉണ്ട്, പ്രീമിയം ഏജൻസി പ്രൈസ്, പിന്നെ ഇന്റർനാഷണൽ ക്ലയൻസ്. ഞാൻ പറഞ്ഞേ, നമ്മൾ ഫ്രീലാൻസിങ് വിട്ട് ഇത്രയും നേരം നമ്മൾ ഫ്രീലാൻസിങ് ആയിരുന്നു, ഇനി ഫ്രീലാൻസിങ് വിട്ട് ഇന്ന് നമ്മൾ കമ്പനി ആയത്, കംപ്ലീറ്റ് വേറൊരു കമ്പനി തന്നെ ആയി. ഓക്കെ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. ഓക്കെ. ആദ്യം വെൻ ഷുഡ് യു സ്റ്റാർട്ട് ആൻ ഏജൻസി, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഫസ്റ്റ് യു ഹാവ് ടു മെനി പ്രൊജക്റ്റ്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട്, കാണ്ട് ഹാൻഡിൽ ദം അലോൺ. നമുക്ക് ഒറ്റക്കത് ഒറ്റക്കോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീമായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏജൻസി ക്രിയേറ്റ് ചെയ്യാം. യു വാണ്ട് ടു ഇൻക്രീസ് ഇൻകം. നമുക്ക് ഇൻകം കൂട്ടണം, നമ്മുടെ വരുമാനം ഇനിയും കൂട്ടണം. വിത്തൗട്ട് വർക്കിംഗ് എക്സ്ട്രാ അവേഴ്സ്. വർക്ക് ചെയ്യാതെ, ഞാൻ അങ്ങനെ തന്നെ പറയും, വർക്ക് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻകം കൂട്ടണം. യു വാണ്ട് ടു ബിൽഡ് എ ലോങ് ടേം ബിസിനസ്. നമുക്ക് എന്ത് ചെയ്യണം, അതൊരു ലോങ് ടേം എന്നേക്കുമായിട്ടുള്ള ഒരു ബിസിനസ് ആക്കിയിട്ട് നമുക്ക് അതിനെ വളർത്തണം. നോട്ട് ജസ്റ്റ് എ ഫ്രീലാൻസിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഫ്രീലാൻസർ നമ്മൾ വിട്ടു, ഇനി നമ്മൾ ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇത്രയും നേരം നമ്മൾ ബിസിനസ് തന്നെ ചെയ്ത്, പക്ഷേ ഇനി നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്യാഷ് അല്ല, നമ്മൾ പണിയെടുക്കാതെ നമ്മൾ പണി എടുപ്പിച്ചിട്ട് നമ്മൾ ഓണറാണ്. മനസ്സിലായി? നമ്മൾ ഇനി അതിൻ്റെ ഓണറാണ്. ഓക്കെ. ഇനി എക്സാമ്പിൾ, ഇൻസ്റ്റെൻഡ് ഓഫ് വർക്കിംഗ് 10 project പെർ മന്ത്, 10 പ്രോജക്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രോജക്റ്റിന് 10,000 രൂപ. യു ക്യാൻ മാനേജ് ടീം ഹാൻഡ്ലിംഗ് 13 project പെർ മന്ത്, കീപ്പിംഗ് പ്രോഫിറ്റ് ഓഫ് ദ ഈച്ച്. മനസ്സിലായോ? നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീം, നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് ഒരു മിഡ് പോയിന്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ സ്റ്റുഡൻസിനെ ഹോസ്റ്റൽ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യണം പറഞ്ഞു. പക്ഷേ ഹോസ്റ്റൽ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നതോടുള്ള പ്രോബ്ലം എന്താ, അവർക്ക് അവർക്ക് ഡിസൈനിങ് അറിയില്ല. മനസ്സിലായോ? നമ്മൾ ക്യാൻവയിലാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്, അവർക്ക് ഡിസൈനിങ് അറിയില്ല. അവർ ചെയ്യുന്ന പോസ്റ്റർ, സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതുപോലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇനി നമ്മൾ ഏജൻസി ആയി, ഇനി നമുക്ക് അവരെ വെച്ച് തുടങ്ങാൻ പറ്റില്ല. ഇനി നമ്മൾ പ്രൊഫഷണൽ ഡിസൈനേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായോ? ഒരു 3-4 പ്രൊഫഷണൽ ഡിസൈനിങ് പഠിച്ച ഡിസൈനേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം. ഓക്കെ. പിന്നെ അതിൽ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേറെയും സർവീസ് ആഡ് ചെയ്യുക, ഇതിനെങ്ങനെ വളർത്തി കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, പ്രൊഫഷണൽ ഡിസൈനേഴ്സിനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളെ കൂടെ വന്ന ആളുകളെ പറഞ്ഞയച്ചിട്ട് പ്രൊഫഷണൽ ഡിസൈനേഴ്സിനെ ആഡ് ചെയ്യാന്നല്ല. നമ്മളെല്ലാവരെയും
നമ്മൾ വളരുമ്പോൾ നമ്മളെ എംപ്ലോയീസും വളരണം. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. ഓക്കെ, നമ്മൾ വളരുമ്പോൾ നമ്മളെ എംപ്ലോയീസും നമ്മളെ കൂടെ നിന്നുള്ളൊക്കെ നമ്മൾ വളരുമ്പോൾ വളരണം. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഡിസൈനിങ് പഠിപ്പിക്കാം. എന്നിട്ട് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, അവരെ നമ്മളെ കൂടെ ആക്കാം. പഠിപ്പിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് പേ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 10 പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റിന് 10,000 രൂപ, അതായത് 1,00,000 കിട്ടും. ഓക്കെ, ഇനി നമ്മളൊരു ടീമായി ഒരു ഏജൻസി ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 30 പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതായത് 3,00,000 രൂപ പെർ മന്ത്. മനസ്സിലായി? ഇത് പ്രൊജക്റ്റ് മാത്രമാണ്, പ്രൊജക്ട്സ് മാത്രമാണ്. ഇനി വേറെ എത്രങ്ങാനും വർക്ക് ഉണ്ട് അവിടെ. ഓക്കെ, ഹൗ ടു സ്റ്റാർട്ട് എ ഗ്രാഫിക് ഡിസൈനിങ് ഏജൻസി. നമുക്ക് എങ്ങനെ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം? ചൂസ് എ ബിസിനസ് നെയിം ആൻഡ് ബ്രാൻഡിങ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ബിസിനസ് നെയിമും ബ്രാൻഡിങ്ങും ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ചൂസ് ചെയ്യേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ബിസിനസ് നെയിമും ബ്രാൻഡിങ്ങും ചൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേണം. മനസ്സിലായോ? അല്ലാതെ വാസു ഡിസൈനേഴ്സ്, പിന്നെ അതുപോലെ തങ്കമണി ഡിസൈനേഴ്സ് അങ്ങനെയൊന്നും പേരിടാതെ അതിനൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേണം. പിന്നെ അത് ഇപ്പോഴത്തെ ട്രെൻഡല്ല, എല്ലാ കാലത്തും അത് ട്രെൻഡ് അനുസരിച്ചല്ല നിങ്ങൾ പേരിടേണ്ടത്, എല്ലാ കാലത്തും അത് നിൽക്കണം. മനസ്സിലായി? അതുപോലെ വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ് പേര്. പിന്നെ അതുപോലെ അത് വളരെ സിമ്പിൾ ആയിരിക്കണം, ക്യാച്ചീവ് ആയിരിക്കണം, ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ആളുകൾ പെട്ടെന്ന് ഓർത്തിരിക്കും. മനസ്സിലായോ? പിന്നെ അതുപോലെ പിന്നെന്താ വേണ്ടത്, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഫഷണൽ മെയിൽ വേണം, ഒരു ഫോൺ നമ്പർ വേണം. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവുമല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു നിങ്ങളൊരു ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും വേണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇതും കൂടെ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ ലോഗോ വേണം, ബ്രാൻഡിങ് വേണം. ഓക്കെ, പിന്നെ വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റ് നമുക്ക് എന്തായാലും വേണം, അത് നിങ്ങൾ ചെയ്യിച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ ഏജൻസി ആകുമ്പോൾ നിങ്ങൾ സർവീസ് കൂട്ടണം. ഗ്രാഫിക് ഡിസൈനിങ് മാത്രം നിൽക്കരുത്. ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് ലോകം. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് പഠിക്കണം, ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മനസ്സിലായോ? വെബ്സൈറ്റ് ഡിസൈനിങ് സർവീസ് നിങ്ങൾ ആഡ് ചെയ്യണം. ഇത്രത്തോളം സർവീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? പുതുതായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സർവീസ് ആഡ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യണം. മനസ്സിലായോ? ക്ലയൻറ്റ് ട്രസ്റ്റ് ഏജൻസി വിത്ത് എ പ്രൊഫഷണൽ ഓൺലൈൻ പ്രോസസ് മോർ ദാൻ സോളോ ഫ്രീലാൻസേഴ്സ്. ക്ലയൻറ്റ് ഏജൻസീസിനെയാണ് ഒന്നും കൂടെ, അതായത് ഫ്രീലാൻസേഴ്സിനെ ട്രസ്റ്റ് ചെയ്യില്ല എന്നല്ല, ഫ്രീലാൻസേഴ്സിലേറെ ഒന്നും കൂടെ മോർ ദാൻ ഏജൻസീസിനെ ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ബിൽഡ് എ സ്മോൾ ടീം. എങ്ങനെയാണ് നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യാം? ഓക്കെ, എ ഗ്രാഫിക് ഡിസൈനർ ഹാൻഡിൽ ബേസിക് ഡിസൈനിങ്. ഒരു ഗ്രാഫിക് ഡിസൈനർ നമുക്ക് വേണം. പിന്നെ വെർച്വൽ അസിസ്റ്റന്റ് ഹാൻഡിൽ ഇമെയിൽ, ഇൻവോയ്സസ്, ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. നമുക്കൊരു വെർച്വൽ അസിസ്റ്റന്റ്, വെർച്വൽ തന്നെ ആവണമെന്നില്ല, നമ്മൾ ഏജൻസിയാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു മാനേജർ വേണം. എന്തിനാണ് മാനേജർ നമുക്കായിട്ട് തന്നെ ഇരിക്കട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഈ വെർച്വൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൂടെ ഉണ്ട്. അതായത് വാട്സപ്പിൻ്റെ ഒക്കെ ചാറ്റ് ബോട്ട് ഉണ്ട്, അതന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യും, ഇൻവോയ്സ് അയക്കും. ഫുൾ AI സിസ്റ്റം ഉണ്ട്. പക്ഷേ AI സിസ്റ്റത്തിന് നമുക്ക് പേ ചെയ്യണം, അത്യാവശ്യം പേ ചെയ്യും വേണം. പിന്നെ മലയാളം, പിന്നെ അതുപോലെ നമുക്ക് വരുന്ന ക്ലയൻറ്റിന് ചിലപ്പോൾ അത് ആപ്റ്റ് ആയിക്കൊള്ളുന്നില്ല. അതൊക്കെ നിങ്ങൾ അപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് അഡോപ്റ്റ് ചെയ്യണം. ഇപ്പോഴത്തെ AI ഇപ്പോഴത്തെ വാട്സപ്പിലുള്ള AI എന്ന് പറഞ്ഞാൽ അത്ര അഡ്വാൻസ്ഡ് അല്ല. മനസ്സിലായോ? നിങ്ങളത് നോക്കിയിട്ട് അപ്പോഴത്തെ സിറ്റുവേഷൻ അത്ര അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ എന്താണുള്ളത് അത് ചൂസ് ചെയ്യാം. മനസ്സിലായോ? നമുക്കൊരു അസിസ്റ്റന്റിന് വേണം. എന്തിന്? നമ്മളെ മെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ, നമ്മളെ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ല് അയക്കണം. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിന് ബില്ല് അയക്കണ്ടേ? ഓക്കെ, അത് അയക്കണം. പിന്നെ ക്ലയൻറ്റിനൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിൻ്റെയൊക്കെ നമുക്ക് അസിസ്റ്റന്റ് വേണം. പിന്നെ സോഷ്യൽ മീഡിയ മാനേജർ. എന്തിനാണ് സോഷ്യൽ മീഡിയ മാനേജർ? പരസ്യം ചെയ്യണം, സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യണം, വാട്സപ്പ് ഹാൻഡിൽ ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യണം, ലിങ്ക്ഡിൻ ഹാൻഡിൽ ചെയ്യണം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഒരാൾ വേണ്ടേ? അതും വേണം. നിങ്ങൾ പറയും ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് പറയും. നമ്മളിനി വർക്ക് ചെയ്യുന്നില്ല, നമ്മളിനി പണിയെടുക്കുന്നില്ല. മനസ്സിലായോ? നമ്മളിനി പണിയെടുക്കുന്നില്ല, നമ്മളൊരു ബിസിനസ് ഓണാക്കി അതിനെ കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ അതിൻ്റെ ഓണറാ. ഓക്കെ, മാസം നിങ്ങളെ അടുത്തേക്ക് ഇത്ര എമൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾ അതിൻ്റെ ഓണറാണ്. മനസ്സിലായോ? നിങ്ങൾ അവിടെ പോവുക, അതൊക്കെ നോക്കി നടത്തുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ പണിക്കാർ ചെയ്തോളും. ഓക്കെ അല്ലേ? ബെസ്റ്റ് ഹയറിംഗ് സ്ട്രാറ്റജി, ഹയർ ജൂനിയർ ഡിസൈനേഴ്സിനെ ഹയർ ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഹൈ പേയിങ് ക്ലയൻസ്. ഓക്കെ, ഹൈ പേയിങ് ക്ലയൻസിനെ, അതായത് 50,000+ പ്രൊജക്റ്റ് ഉള്ള ക്ലയൻസിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഹയർ ചെയ്യാം. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, 5,000 സ്റ്റാർട്ടിങ് 5,000 ആണ് നമ്മളെ പാക്കേജ്. പിന്നെ കൂടി എവിടെ വന്നു, 5,000, അത് 50,000. സ്റ്റാർട്ടിങ് 50,000 ആണ് നമ്മളെ പ്രൊജക്റ്റിന് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഹൗ ടു പ്രൈസ്, ഏജൻസി പ്രൈസിങ് ഞാൻ പറഞ്ഞുതരാം. ലോഗോ ഡിസൈനിങ്ങിന് ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 തൊട്ട് 10,000 വരെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച്. പക്ഷേ ഏജൻസി ആണെന്നുണ്ടെങ്കിൽ 15,000 തൊട്ട് 50,000+ ആണ്. ഇനി അങ്ങോട്ടും ആവാം. സ്റ്റാർട്ടിങ് 15,000 ആണ് ഇവിടെ ഏജൻസിൻ്റെ ലോഗോ ഡിസൈനിങ്ങിന് വരുന്നത്. മനസ്സിലായി? പിന്നെ സോഷ്യൽ മീഡിയ കിറ്റ് 2,000 തൊട്ട് 5,000 വരെയാണ് ഫ്രീലാൻസറിൽ വരുന്നത്. സോഷ്യൽ മീഡിയ കിറ്റ് എന്ന് പറഞ്ഞാൽ അതിലാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് റീലൊക്കെ വരുന്നത്. അത് അവിടെ 2,000 തൊട്ട് 5,000 വരെയാണ് വരുന്നത്. പക്ഷേ ഏജൻസിക്ക് ആകുമ്പോഴോ 15,000 തൊട്ട് 25,000 വരെ.
ഇനി ബ്രാൻഡ് ഐഡന്റിറ്റി പാക്കേജിന് 10,000 തൊട്ട് 25,000 വരെയാണ് നമ്മൾ ഫ്രീലാൻസേഴ്സിന് വരുന്നത്. ഏജൻസി നമ്മൾ ഇനി ഏജൻസി ആക്കുമ്പോഴോ 50,000 തൊട്ട് 2 ലക്ഷം വരെയാണ് എവിടെ വരുന്നത് ഏജൻസി പ്രൈസ് വരുന്നത്. മാറ്റം കണ്ടോ? ഓക്കെ, അതാണ് നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേ നിൽക്കണം. ഞാൻ പറഞ്ഞു ഇത് ജേണിയാണ്, നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്നുള്ളത്. ഇനി ക്ലയൻറ്റ് എക്സ്പെക്ടേഷൻ ആൻഡ് ഏജൻസി ടു ചാർജ് ഹയർ റേറ്റ് ബിക്കോസ് ദേ പ്രൊവൈഡ് പ്രീമിയം ക്വാളിറ്റി ടീം സപ്പോർട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് ഏജൻസിനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടാവും എന്ത്, ഏജൻസിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്, കാരണം ഏജൻസി പ്രൊഫഷണലായിട്ട് ഏജൻസി പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്ത് തരും എന്ന് ക്ലയൻറ്റ് വിചാരിക്കും. മനസ്സിലായോ? ഏജൻസി പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്ത് തരുമെന്ന് ക്ലയൻറ്റ് വിചാരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. ക്ലയൻറ്റ് എക്സ്പെക്ട് ഏജൻസീസ് ടു ചാർജ് ഹയർ റൈറ്റ്സ്, അതായത് ഏജൻസീസ് ഹയർ റൈറ്റ് ചാർജ് ചെയ്യുമെന്ന് ക്ലയൻറ്റ് വിചാരിക്കും ബിക്കോസ് ദേ പ്രൊവൈഡ് പ്രീമിയം ക്വാളിറ്റി. കാരണം എന്താ, ഏജൻസീസ് പ്രീമിയം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഹൗ ടു ഗെറ്റ് ഹൈ വാല്യൂ ഏജൻസി ക്ലയൻസ്, നമുക്ക് എങ്ങനെയാണ് ഹൈ വാല്യൂ ക്ലയൻസിന് കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞത്. നേരത്തെ ഇത് ഒരുപാട് വെട്ടായി ഇത് പറയുന്നത് അല്ലേ. ലിങ്ക്ഡിൻ, ക്ലൗഡ് മെയിൽ, ഫൈൻഡ് ബിസിനസ് സ്റ്റാർട്ട് നിയർ ടു ബ്രാൻഡിങ് മാർക്കറ്റിംഗ്, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിനെ ഫൈൻഡ് ചെയ്യുക. പിന്നെ സെൻഡ് പ്രൊഫഷണൽ മെയിൽസ് ഓൺ ലിങ്ക്ഡിൻ മെസ്സേജ്. ഓക്കെ, അതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്പാൻഡിങ് ടു ഇൻ്റർനാഷണൽ ക്ലയൻറ്റ്. ഇപ്പം നമ്മൾ ഏജൻസി ആക്കി, നമ്മളെ നാട്ടിലുള്ള നമ്മളെ നാട്ടിൽ ഇന്ത്യ ആക്കി, ഇനി നമുക്ക് എന്ത് വേണം, ഇൻ്റർനാഷണൽ ആക്കണം ഇതിനെ. ഓക്കെ, ഇൻ്റർനാഷണൽ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇപ്പം ഉള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനും ഓഫ്ലൈനും ലിങ്ക്ഡ് ആണ്. ഓക്കെ, നമ്മൾ ഓൺലൈനിൽ നിന്ന് പിന്നെ ഓഫ്ലൈൻ ആക്കുന്നതാണ്. പിന്നെ ഓൺലൈനും ഓഫ്ലൈനും സിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നോർമലി എല്ലാവരും എങ്ങനെ ചെയ്യുക, ഓഫ്ലൈനിൽ നിന്ന് പിന്നെ ഓൺലൈൻ ആക്കുക ചെയ്യാം. പക്ഷെ നമ്മൾ ഓൺലൈനിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്ലയൻസിനെ ഉണ്ടാക്കി എടുത്തിട്ട് പിന്നീട് അതിന് ഓഫ്ലൈൻ ആക്കിയിട്ട് ഒരു ഏജൻസി ആക്കി വളർത്താണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, അപ്പോൾ നമ്മൾ ഇതുവരെ എത്തി, ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ക്ലയൻസിന് വേണം. അതായത് ഇപ്പോൾ ഇന്ത്യ മൊത്തം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇൻ്റർനാഷണൽ ക്ലയൻസിന് വേണം. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ക്ലയൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ക്യാഷ് സമ്പാദിക്കാൻ പറ്റിയ ഒരു വഴിയാണ് നിങ്ങൾ ഡോളറിൽ സമ്പാദിക്കുക, ഇന്ത്യൻ റുപ്പീസിൽ ചിലവാക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏൺ ഡോളേഴ്സ് സ്പെൻഡ് റുപ്പീസ്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു പോസ്റ്ററിന് വരുന്ന ഞാൻ കാണിച്ചുതരാം. പോസ്റ്റർ ഡിസൈൻ പ്രൈസ് ഇൻ USA. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വരുന്ന കണ്ടോ, എവിടെ കണ്ടോ, $350 പെർ പോസ്റ്റർ. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള പ്രൈസാണ് $150 തൊട്ട് $350 വരെ. ഇത് ഇന്ത്യൻ റുപ്പീസിലാക്കിയാൽ നിങ്ങൾ നെട്ടും ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. മനസ്സിലായോ? ഒരു മിഡ് ലെവൽ ഡിസൈനർ, അതായത് 3 തൊട്ട് 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിസൈനർക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള റൈറ്റാണ് എന്തെന്ന് പറഞ്ഞാൽ $150 ടു $350 വരെ. സീനിയർ ഡിസൈനർക്ക് $500 ടു $1,500 വരെ. ഓക്കെ, ഓർ മോർ പെർ പോസ്റ്റർ, അതിലേറെ കൂടും ഒരു പോസ്റ്ററിന് എന്നാണ് പറഞ്ഞത്. ഇനി എൻട്രി ലെവൽ 25 ടു 75 എന്തെന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വരുന്നത്. $1 83 രൂപയാണ്. ഇപ്പോൾ നമ്മൾ ഏജൻസി തുടങ്ങി ഇൻ്റർനാഷണൽ ആകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഏകദേശം നമ്മൾ മിഡ് ലെവൽ വരെ എത്തും നമ്മളൊരു ലെവൽ എന്ന് പറഞ്ഞത്. ഓക്കെ, $150 ഇൻറ്റു 83 12,450 രൂപയാണ് ഒരൊറ്റ പോസ്റ്ററിന് ഡോളറിൻ്റെ എമൗണ്ട്. അത് കുറഞ്ഞത് 150, ഏറ്റവും കുറഞ്ഞത് 12,450 രൂപ ഒരു പോസ്റ്ററിന്. മനസ്സിലായോ? ഒരു പോസ്റ്ററിന് നിങ്ങൾക്ക് ദിവസം ഒരു 10 പോസ്റ്റർ കിട്ടിയ പോലെ മാസം എത്രയായി കൂട്ടി നോക്കി, മാസം എത്രയായി? അതാണ് മാറ്റം. ഓക്കെ, അതാണ് ഇന്റർനാഷണൽ ക്ലയൻസ്. ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും പറഞ്ഞു തരാത്ത കാര്യമാണ്. നിങ്ങൾ കണ്ടോ, ഇന്റർനാഷണൽ ക്ലയൻസ് പ്ലേ 3 to 5x മോർ ദാൻ ഇന്ത്യൻ ക്ലയൻസ്. ഇന്ത്യൻ ക്ലയൻസിലേറെ 3-5 മടങ്ങ് എക്സ്ട്രാ അവർ പേ ചെയ്യും.
മനസ്സിലായോ? ഇനി എവിടെ നിന്നാണ് നമുക്ക് ഇന്റർനാഷണൽ ക്ലയൻസിനെ കിട്ടുക? ലിങ്ക്ഡിനിൽ നിന്ന് കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടും, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ക്ലയൻസിനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇതിനൊക്കെ, കാരണം നമ്മളെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ക്ലയൻസിനെ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ അപ്വർക്ക് ടോപ്പ് റേറ്റഡ് അപ്വർക്ക് ഉണ്ട്, ടോപ്പ് റേറ്റഡ് പ്രൊഫൈൽ. അപ്വർക്കിൽ ടോപ്പ് റേറ്റഡ് പ്രൊഫൈലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ അപ്വർക്കിൽ നമുക്ക് പ്രൊഫൈൽ ഉണ്ട്, ആ പ്രൊഫൈൽ ഭയങ്കര ടോപ്പ് റേറ്റഡ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ക്ലയൻസ് നമ്മളെ കണക്ട് ചെയ്യും. ഓക്കെ, അതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും എന്താ പിന്നെ ഇതാണ് ആദ്യം ചെയ്താൽ പോരെ, എന്തിനാണ് പിന്നെ ഇന്ത്യൻ ക്ലയൻസിന് നിൽക്കുന്നതെന്ന് ചോദിക്കൂലേ? പക്ഷേ ഇന്റർനാഷണൽ ഇതാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഇന്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് വേണം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ പേയ്മെന്റ് നടത്താൻ പറ്റിയ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, NRI അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. ഓക്കെ, NRI അല്ല, NRI എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും അവിടെ പോയിട്ട് അവിടെ നിങ്ങോട്ട് ക്യാഷ് അയക്കുന്നതിനാണ് NRI എന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനല്ല, അവിടുത്തെ സിറ്റിസൺസ് ആണ് നമുക്ക് പേ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്റർനാഷണൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് വേണം. ഓക്കെ, പിന്നെ ഇന്റർനാഷണൽ നമ്മൾ പരസ്യം കൊടുക്കണമല്ലോ. അപ്പം ഇന്റർനാഷണൽ പരസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നമാരെ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. ഇന്റർനാഷണലി നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചിലവ് കൂടും. ഓക്കെ, നമ്മൾ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 10,000 തൊട്ട് 20,000 വരെ പരസ്യം ചെയ്യാൻ നമുക്ക് വരും. മനസ്സിലായോ? കാരണം എന്താ, നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ടെക്സ്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ പോസ്റ്റർ ഡിസൈൻ ഇത്ര, ഗ്രാഫിക് ഡിസൈൻ ഇത്ര എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് പരസ്യത്തിന് തന്നെ അത്രക്ക് ക്വാളിറ്റി വേണം. നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത്, ഓക്കെ, ഒഫീഷ്യലായിട്ട് ആഡ് ഷൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആഡ് റൺ ചെയ്യാൻ. ഓക്കെ, കാരണം എന്താ, നമ്മളിനി നോർമൽ ഇട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ വളർന്നുകൊണ്ടിരിക്കല്ലേ. നമ്മൾ നോർമൽ പോസ്റ്റർ ഇത്ര ഇത് എന്ന് പറഞ്ഞിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരുമ്പോൾ നമ്മുടെ ഫെസിലിറ്റി അതിൻ്റെ കൂടെ വളരണം. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരുമ്പോൾ നമ്മുടെ ഫെസിലിറ്റി അതിൻ്റെ കൂടെ വളരണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പരസ്യം കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളിങ്ങനെ വളരുമ്പോൾ അതിൻ്റെ പരസ്യം ഇങ്ങനെ കൂടി വരണം. പരസ്യത്തിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ കൂടി വരണം. അതായത് ആദ്യം നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഒരു ആഡ് കാണിച്ചെന്നില്ല, ഞാൻ ആദ്യം ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ ആഡ് കൊടുക്കുക. പിന്നെ കുറച്ച് വളരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ആഡ് കൊടുക്കാനും വേണ്ടി നമുക്ക് ടീമുണ്ട്. അവർ വീഡിയോ എടുത്തിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് വീഡിയോ എടുത്തിട്ട് നമുക്ക് ആഡായിട്ട് അയച്ചു തരും. ഓക്കെ, വീഡിയോ ആഡായിട്ട് നമുക്ക് അയച്ചു തരും. അവരെ ഔട്ട്സോഴ്സ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി വളർന്നിട്ട് നമുക്ക് ഒരു ആഡിന് സോഷ്യൽ മീഡിയ ടീമൊക്കെ നമ്മൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴവിടെ സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ടല്ലോ. നമ്മളൊരു ഏജൻസി ആകുമ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്കൊരു സോഷ്യൽ മീഡിയ ടീം ഉണ്ടാവും. പിന്നെ നമ്മൾ സെൽഫായിട്ട് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ ആകുമ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇന്റർനാഷണൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, വലിയ ആഡ് കമ്പനീസിനായിട്ട് നമുക്ക് ടൈപ്പ് വേണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഇന്റർനാഷണൽ ക്ലയൻസ് വരെ എത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ തുടക്കം മുതൽ ഇന്റർനാഷണൽ ക്ലയൻസ് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പറയാൻ വിട്ട കാര്യങ്ങൾ ഇല്ല. ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു CMA സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. പിന്നെ ടെക്നിക്കൽ ടേം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, അതാണ് ഞാൻ അധികം പറയാത്തത്. ഓക്കെ, ഇനി ഇതിൽ ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയണം. അതായത് ബിസിനസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി തരിക എന്നുള്ളത് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയാം, നിങ്ങൾ ഇതെല്ലാം സ്റ്റാർട്ട് തൊട്ട് തുടങ്ങി ഇതിനൊരു അത്യാവശ്യം വലിയൊരു നിലവാരത്തിലെത്തിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ ഏജൻസി ആക്കാൻ പോവാണ്. നമ്മളൊരു ഷോപ്പ് ഇട്ടിട്ട് അത്യാവശ്യം വലിയ 2 നില ഫ്ലോറുള്ള ഒരു ഷോപ്പ് ഇട്ടിട്ട് ഡിസൈനേഴ്സ്, ആദ്യം തന്നെ 2 നില ഫ്ലോറുള്ള ഷോപ്പൊന്നും ഇടണ്ട. ആദ്യം ഒരു റൂമിൽ ഷോപ്പ് ഇട്ടിട്ട് പിന്നെ അവിടെ 3 ഡിസൈനറെ വെച്ചിട്ട് പിന്നെ അത് വളർത്തി അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ഒക്കെ ആക്കി അതിനെ വളർത്തും. ഓക്കെ, അതുവരെ നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവും, വളർത്തും. ഓക്കെ, വളർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യും, നമ്മൾ ഓരോരുത്തരെ, ഇപ്പോൾ വലിയ പരിപാടിയായല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനേജർ ഹയർ ചെയ്യും, HR ഹയർ ചെയ്യും, സീനിയർ ഡിസൈനേഴ്സ് ഉണ്ടാവും, ജൂനിയർ ഡിസൈനേഴ്സ് ഉണ്ടാവും. ഓക്കെ, വലിയ ടീം ഉണ്ടാവും, ERP സിസ്റ്റം ആവും, ബ്രാഞ്ചസ് ഉണ്ടാവും. നമുക്ക് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോരോ ലൊക്കേഷനിൽ ഓരോരോ ബ്രാഞ്ച് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ആക്കും. ഇനി ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാനേജർ ഉണ്ട്, സീനിയർ മാനേജർ ഉണ്ട്, CEO ഉണ്ട്, CFO ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഫൗണ്ടറാണ്. ഇവരെന്ത് ചെയ്യും, ഇവരെന്നെ വർക്ക് എടുക്കും. നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് ആ സിസ്റ്റം എന്താവും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ റൺ ആവും.
ഓട്ടോമാറ്റിക്കായിട്ട് ആ സിസ്റ്റം ഇങ്ങനെ റൺ ആവും. എന്നിട്ട് മന്ത്ലി അതിൻ്റെ ഇൻകം എന്ത് കിട്ടും, നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടേക്കും. മനസ്സിലായോ? ആ ബിസിനസ് അതിങ്ങനെ വളർന്നു കൊണ്ടിരിക്കും. അപ്പം അതെങ്ങനെ വളരുക, അവർ നമ്മളെ പറ്റിക്കൂലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ വലിയതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വേണം വേണ്ടി ബ്രീഫ്ലി അതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ERP സിസ്റ്റം ഉണ്ട്, ഏജൻസി പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ആ പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം അപ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫൗണ്ടറാണ്, നിങ്ങൾക്ക് ക്യാഷ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മന്ത്ലി ക്യാഷ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ബിസിനസ്സിനെ വീണ്ടും അവരെന്നെ വളർത്തും. ഇനി അവർ വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വളർത്തണം. അവർ വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ വളർത്തും. കാരണം എന്താ, ആ ബിസിനസ് വളർന്നാലാണ് അവർക്കുള്ള സാലറി കൂടുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ അതിനെ ഓട്ടോമേറ്റ് ചെയ്യുക. ഇപ്പോൾ മന്ത്ലി ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാനേജർക്ക് എന്തുണ്ടാവും, ഇത്ര സാലറി കൂടും, ഇത്ര ഇൻസെൻറ്റീവ് കൂടും. അപ്പം മാനേജർ എന്ത് ചെയ്യും, എംപ്ലോയീസിനെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കും. അപ്പം അത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നമ്മുടെ ഇൻകം കൂടും. മനസ്സിലായോ? അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വശം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മളെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ആയി, എല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് എന്ത് വേണം, ഒരു ലോങ് ടേം വെൽത്ത് വേണം. നമുക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട്, അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സേവിങ്സ് ആയിട്ട് നിങ്ങൾ ബാങ്കിൽ ഇടുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പനീസിൻ്റെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് വെക്കാം. സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജിയോ അല്ലേ, റിലയൻസ്, അത് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത്, നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ജിയോ എന്ന് പറഞ്ഞ കമ്പനി ഒരു പബ്ലിക് കമ്പനിയാണ്. 2 ടൈപ്പ് കമ്പനി ഉണ്ട്, ഒന്ന് പ്രൈവറ്റും, രണ്ടും പി ആണല്ലോ അല്ലേ, പ്രൈവറ്റും ഒന്ന് പബ്ലിക്കും. മനസ്സിലായോ? ഇപ്പോൾ ജിയോ എന്ന് പറഞ്ഞ കമ്പനി, ഇപ്പോൾ നിങ്ങളുടെ കമ്പനി, നമ്മൾ തുടങ്ങിയ കമ്പനി പ്രൈവറ്റാണ്. അതിൻ്റെ ഓണർ ആരാ, നമ്മൾ മാത്രമാണ്. മനസ്സിലായോ? എന്നാൽ ജിയോ എന്ന് പറഞ്ഞ കമ്പനി പബ്ലിക്കാണ്. ഈ ജിയോ എന്ന് പറഞ്ഞ കമ്പനിക്ക് നിങ്ങൾ വിചാരിക്കും അംബാനി മാത്രമാണ് അതിൻ്റെ ഓണർ എന്ന്. അംബാനി മാത്രമല്ല, അതിനൊരു 3-4 ഓണേഴ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ സിനിമയിലൊക്കെ ഉണ്ടാവും, ഒരു ടേബിളിന് ചുറ്റും ഒരുപാട് ഓണേഴ്സ് ഉത്തർന്നിട്ട് സംസാരിക്കുന്നത്. വാരിസ് സിനിമയിലെ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ അതിനെന്തുണ്ടാവും, 3-4 ഓണേഴ്സ് ഉണ്ടാവും. അവരെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തുണ്ടാവും, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തുണ്ടാവും, ഷെയർ ഉണ്ടാവും ഈ കമ്പനിയിൽ. ഇപ്പോൾ 100ആണല്ലോ ടോട്ടൽ പെർസെൻറ്റേജ്. അപ്പോൾ 100% നമ്മുടെ അംബാനിക്ക് എന്തുണ്ട്, ഒരു 50% ഈ കമ്പനിയിലുണ്ട്. പിന്നെ വേറെ ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് 30% ഉണ്ട്. പിന്നെ സി എന്ന് പറഞ്ഞ ആൾക്ക് 15% ഉണ്ട്. പിന്നെ ഡി എന്ന് പറഞ്ഞ ആൾക്ക് എന്തുണ്ട്, ഡി എന്ന് പറഞ്ഞ ആൾക്ക് എത്ര ആയി ടോട്ടൽ, 30, 80, 95 ആയാലപ്പോൾ ഇവിടെ 20, അപ്പോൾ 70, 85 ഡി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 5% ഉണ്ട്, 90. ഇനി ബാക്കി 10% എന്താണ്, പബ്ലിക്കാണ്. അത് പബ്ലിക്കിന് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. ഇതിന് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അതെന്താണ്, പബ്ലിക്കിന് പർച്ചേസ് ചെയ്യാനുള്ളതാണ്. നമുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഷെയർ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ ആളുകളുണ്ടല്ലോ, ഇത്രയും ഷെയർ ഉള്ളവർക്ക്, ഇവർക്ക് ഈ കമ്പനിയിൽ എന്തുണ്ട്, ഈ കമ്പനിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് അവർക്ക് ആ കമ്പനി ഭരിക്കാൻ പറ്റും. പക്ഷേ ഈ 10% ഉണ്ടല്ലോ, ഈ 10%-ൻ്റെ 1%-ൻ്റെ 10% ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. 1%-ൻ്റെ 1% ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. മനസ്സിലായില്ല? ഈ 10%-ൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്ര, 10%-ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 1. ഈ 1%-ൻ്റെ 1% ആയിരിക്കും നമ്മളെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. കാരണം അത്രയും വലിയ കമ്പനി അല്ലേ. ഇതിൻ്റെ 10% പറഞ്ഞാൽ തന്നെ 200, 300, 400 കോടി ഉണ്ടാവും. ഓക്കെ, 10% പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, 300 കോടിൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും. ഓക്കെ, 300 അല്ല, 3000, 4000 കോടി ഉണ്ടാവും. ഓക്കെ, എൻ്റെ 10% ഒരുപാടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അത്രയും വളരെ പെർസെൻറ്റേജ് ആയിരിക്കും, വളരെ കുറഞ്ഞ മൈന്യൂട്ട് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, മനസ്സിലായോ? അവരെന്ത് ചെയ്യുന്നതാണ്, അപ്പോൾ ആ ബാക്കിയുള്ള 10% അവരെന്ത് ചെയ്യുന്നതാണ് പബ്ലിക്കിന് വിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ കമ്പനി വളരാൻ. ഓക്കെ, അതെങ്ങനെ വളരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി 10% ഇപ്പോൾ പബ്ലിക്കിന് കൊടുത്തേ, 10% ഇപ്പം എന്ത് ചെയ്തു, പബ്ലിക്കിന് കൊടുത്തു. ഓക്കെ, ആ 10% പബ്ലിക്കിന് കൊടുത്തു. ഓക്കെ, 10% വരെ എന്ത് ചെയ്യും, അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയാം. ഇപ്പോൾ ഈ സ്റ്റോക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്റ്റോക്കിന് ഇപ്പോൾ 1500 രൂപ, ഒരു സ്റ്റോക്കിന് 1500 രൂപ വളരെ
കോടികളായിരിക്കും ഈ 10% എന്ന് പറഞ്ഞാൽ. ആ കോടികളുടെ സ്പ്ലിറ്റ് ചെയ്ത് വളരെ ചെറുതാക്കി സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ജിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2000 എത്രയിലായിരുന്നു, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് 2020 ജിയോ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തു. ഇതുപോലെ ഇഷ്യൂ ചെയ്തപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 500 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇഷ്യൂ ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്ര 600 അത്രയേ ഉള്ളായിരുന്നു ജിയോൻ്റെ സ്റ്റോക്കിന്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2020 ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു, ഒരു 30 മേടിച്ചു വെച്ചു. 500 മുപ്പെണ്ണത്തിന് എത്ര ആവും, അപ്പോൾ 15,000 രൂപ കൊടുത്ത് ഞാനൊരു 30 മേടിച്ചു വെച്ചു. ഓക്കെ, ഇപ്പൊ 2025 എത്തിയപ്പോൾ ആ സ്റ്റോക്കിന്റെ വില എന്ന് പറയുന്നത് 2500 ആണ്. നോക്കട്ടെ കേട്ടോ, എത്രയാണ് പ്രൈസ് നോക്കട്ടെ. ലാസ്റ്റ് നോക്കിയപ്പോൾ 2500 ആയിരുന്നു. ജിയോ സ്റ്റോക്ക് പ്രൈസ് ടുഡേ. ഓക്കെ, ഇത് കിട്ടുന്നില്ല. ഒരു 2500 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ എത്രയാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്? ഓക്കെ, നമ്മുടെ ലാഭം എത്രയാ? ഞാൻ 15,000 രൂപ കൊടുത്തിട്ടായിരുന്നു 30 സ്റ്റോക്ക് മേടിച്ചിരുന്നത്. ഓക്കെ, ഇപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് 75,000 രൂപയായി. 50,000 60,000 രൂപ എന്താ നമുക്കതിന്ന് ലാഭമാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒരുപാട് ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു കേട്ടിട്ട് നാളെ തന്നെ പോയിക്കാണ്ട് 30-60 സ്റ്റോക്ക് ഒന്നും വായിക്കാൻ നിൽക്കരുത്. ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് ആദ്യം ആ കമ്പനി ഫ്യൂച്ചറിലേക്ക് വളരുമോ എന്ന് നോക്കണം. വളരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം ജിയോയിൽ 2,500 രൂപയായി. അപ്പോൾ ആ 2,500 രൂപ ഉള്ളത് 250 രൂപ ആയാലും നമുക്ക് നഷ്ടം വരൂലേ? എത്ര നഷ്ടം വരും? 7,500 രൂപ നമുക്ക് നഷ്ടം വരൂലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സിമ്പിളായിട്ട് പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്ത് 2025 ആയപ്പോൾ വളർന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പണിയെടുത്തിട്ടില്ല. നമ്മൾ ഒരു സിസ്റ്റം ഇന്ന് തൊട്ട് ഓട്ടോമാറ്റാക്കി വെച്ചു. പിന്നെ അതിനെ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഇൻവെസ്റ്റ്മെൻറ്റും എങ്ങനെ വർക്ക് ചെയ്യുമല്ലോ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യണമെന്നില്ല. അതും നിങ്ങളുടെ കമ്പനി ചെയ്യും. നിങ്ങളുടെ കമ്പനിയിൽ എംപ്ലോയീസിനെ വെച്ചിട്ടുണ്ടല്ലോ, അവർ ചെയ്യും. അതായത് നിങ്ങളുടെ കമ്പനിയിൽ ഒരു മാസം നിങ്ങളുടെ കമ്പനിയിൽ ഒരു മാസം ഒരു 10 ലക്ഷം രൂപ, 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 മില്യൺ. നിങ്ങളുടെ കമ്പനിയിൽ ഒരു മാസം 10 ലക്ഷം രൂപ, 1 മില്യൺ, 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ്, റവന്യൂ അല്ല, പ്രോഫിറ്റ്. റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്ന ക്യാഷാണ്. നമുക്ക് ഇങ്ങോട്ട് വന്ന ക്യാഷ് അല്ല, പ്രോഫിറ്റ്. നമ്മുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ പൈസയും കാര്യങ്ങളെല്ലാം കുറച്ചിട്ടുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. 10 ലക്ഷം രൂപ നമുക്ക് എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഈ 10 ലക്ഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എംപ്ലോയീസിനോട് പറഞ്ഞു അതിൻ്റെ ഒരു 30% റീടൈൻഡ് ഏർണിങ്സ്. ഇതൊക്കെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇത് ഞാൻ സിമ്പിളായിട്ട് പറയാം. റീടൈൻഡ് ഏർണിങ്സ് ചെയ്ത് വെക്കും. റീടൈൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അന്നെടുത്ത് ഉപയോഗിക്കാനുള്ളതാണ് റീടൈൻഡ് ഏർണിങ്സ്. മനസ്സിലായോ? ഇപ്പോൾ കമ്പനിക്ക് ഫ്യൂച്ചറിൽ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം, വലുതാക്കണം, ഇനിയും വലുതാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആ റീടൈൻഡ് ഏർണിങ്സ് അക്കൗണ്ടിൽ നമുക്ക് എന്തുണ്ടാവും, ക്യാഷ് ഉണ്ടാവും. ആ ക്യാഷ് എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു, അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ആ റീടൈൻഡ് ഏർണിങ്സിൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് ക്യാഷ് എടുക്കാം. അതിനാണ് റീടൈൻഡ് ഏർണിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ബാക്കി 70%-ൽ 20% ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതായത് ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ കമ്പനി ഓട്ടോമാറ്റിക് ആയിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് 20% എന്ന് പറയുന്നത്. ബാക്കിയുള്ള 50% നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ ലാഭം, നമ്മുടെ ഷെയർ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫീൽഡ് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളെ ക്യാഷ് എന്ത് ചെയ്യണം, ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കിൽ മാത്രമല്ല ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെയുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഇൻകം പിന്നെയും വേറെ സ്ഥലത്ത് നിന്ന് ഇൻകം കൂടും. ഏറ്റവും നമ്മൾ ഈ നമ്മൾ ഈ മില്യനേഴ്സിനെല്ലാം ശ്രദ്ധിച്ചാൽ, അതായത് പണക്കാരെല്ലാം ശ്രദ്ധിച്ചാൽ, അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല ക്യാഷ് വരുന്നത്, മൾട്ടിപ്പിൾ സ്ഥലത്ത് നിന്ന് അവർക്ക് എന്തുണ്ട്, അവർ ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ സ്ഥലത്ത് നിന്ന് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. മനസ്സിലായോ? ഓക്കെ, പിന്നെ റിട്ടയർ വിത്ത് എ സ്റ്റഡി ഇൻകം. സ്റ്റഡി ഇൻകം. ഓക്കെ, അതായത് നമ്മളൊരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിസിനസ് അതിൻ്റെ വഴിക്ക് നടക്കും. നമുക്കതിൻ്റെ ക്യാഷ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ബിസിനസ് ഇനി നിങ്ങൾ അവസാനിച്ച് പോയാലും നിങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ആൾക്ക് ആ ബിസിനസ് അങ്ങനെ കാലങ്ങളോളം റൺ ചെയ്തുകൊണ്ടേയിരിക്കും.
ഓക്കെ, അതിനാണ് മാനേജ്മെന്റ് എന്ന് പറയാം, കോർപ്പറേറ്റ് എന്ന് പറയാം. നിങ്ങളുടെ ബിസിനസ് എന്താവും? കോർപ്പറേറ്റ് ആവും. കോർപ്പറേറ്റ് ആക്കിയാലേ ആവുള്ളൂ കേട്ടോ. വൈ ദ മോസ്റ്റ് ഫ്രീലാൻസേഴ്സ് സ്ട്രഗിളിങ് ഫൈനാൻഷ്യലി എന്തുകൊണ്ടാണ് ഫ്രീലാൻസേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നത്? സ്പെൻഡ് എവറിത്തിങ് ദേ ഏൺ. ഫ്രീലാൻസേഴ്സ് എന്തുകൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? അവരുണ്ടാക്കിയതൊക്കെ അവർ അപ്പം തന്നെ സ്പെൻഡ് ചെയ്ത് കളയും. ഫ്യൂച്ചറിലേക്ക് ഒന്നും കാണാതെ അപ്പം തന്നെ സ്പെൻഡ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യരുത്. പിന്നെ ഡോണ്ട് സേവ് ഫോർ സ്ലോ മന്ത്. ഡോണ്ട് സേവ് ഫോർ സ്ലോ മന്ത്സ്. അതായത് ഇപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചതൊന്നുമില്ല. അതായത് ഇപ്പോൾ ചില മന്തിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന PC കേടന്നു, ഇനി അത് കിട്ടാൻ ഒരു മാസം സമയം എടുക്കും. അപ്പോൾ നമുക്ക് എന്തില്ല, ആ മാസം നമ്മൾ ലോക്കായി, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ഉള്ള ക്യാഷ് എല്ലാം നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കുടുങ്ങുന്ന സമയത്ത് മാറ്റി വെച്ച ക്യാഷൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ സമയം വരുമ്പോൾ നമ്മൾ ഫ്രീലാൻസറായി നമ്മൾ എന്ത് ചെയ്യും? സ്ട്രഗിൾ ചെയ്യും. ഡോണ്ട് ബിൽഡ് അസെറ്റ് ടു പാസീവ് ഇൻകം. നമ്മൾ അസെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്താണ് അസെറ്റ്? അസെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്വർണം മേടിച്ചിട്ടു, നിങ്ങൾ ഇതുകൊണ്ട് എന്തുണ്ടാക്കിയിട്ടു? സ്വർണം മേടിച്ചിട്ടു, അതൊരു അസറ്റാ. എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റും. നിങ്ങൾ ഷെയർ മേടിച്ചിട്ടു, അസറ്റാ. നിങ്ങൾക്ക് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന എന്തെല്ലാം സാധനങ്ങൾ, പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ അതെല്ലാം കറണ്ട് അസറ്റാ. പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റാതെ കറണ്ട് അസറ്റ് അല്ല, നോൺ കറണ്ട് അസറ്റാ. എല്ലാം ടെക്നിക്കൽ ടേം ആണ്. അസറ്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, നിങ്ങൾക്ക് അത് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റണം. പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ്. നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റൂല. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ സ്ഥലം മേടിച്ചിട്ടു, സ്ഥലം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാസം ലോസ് വന്നു, എന്നാൽ ഈ മാസം വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുമോ? ആ സ്ഥലം ഇല്ല. ഒരു സ്ഥലം വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ അതിന് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയാം. അപ്പോൾ സ്ഥലമായാൽ നിങ്ങൾ എന്തെല്ലാം, നിങ്ങൾക്ക് അത് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ അതിനെയാണ് അസറ്റ് എന്ന് പറയാം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാണ്, നിങ്ങൾക്ക് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ അതിനെയാണ് അസറ്റ് എന്ന് പറയാം. ഓക്കെ, സൊല്യൂഷൻ ലേൺ ടു മാനേജ് മണി ലൈക്ക് എ ബിസിനസ് ഓണർ. കേട്ടോ, സൊല്യൂഷൻ എന്താ? ലേൺ ടു മാനേജ് മണി ലൈക്ക് എ ബിസിനസ് ഓണർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഹൗ ടു മാനേജ് യുവർ ഫ്രീലാൻസ് ഇൻകം ലൈക്ക് എ പ്രോ. എങ്ങനെയാണ് ഫ്രീലാൻസ് ഇൻകം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഫോളോ 50-30-20 റൂൾ. 50% എക്സ്പെൻസ് ലൈക്ക് റെൻറ്റ്, സോഫ്റ്റ്വെയർ, ടൂള്, ടീം, ഇതിനെയാണ് 50% എക്സ്പെൻസ് ആയിട്ട് പോകും. ഇതെല്ലാം ഇവിടുത്തെ ഇപ്പോഴത്തെ കാര്യമില്ല പറഞ്ഞാൽ ഇതെല്ലാം അവിടുത്തെ ഏജൻസി. ഓക്കെ, 50% നമ്മൾ എക്സ്പെൻസ് ആയിട്ട് പോകും. 30% നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഇവിടെ. ഓക്കെ, അതിൻ്റെ വേറെ അതിവിടെ എത്ര 20% ഇൻവെസ്റ്റ് ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഓക്കെ, ഇവിടെ എന്താ 50% നമ്മൾ എക്സ്പെൻസ്, നമ്മുടെ സാലറി, റെൻറ്റ്, സോഫ്റ്റ്വെയർസ്, ഇതെല്ലാം ആ എക്സ്പെൻസിൽ പോകും. 30% നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മുടെ കമ്പനി തന്നെ ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, 20% നമ്മുടെ ക്യാഷ്, നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള ക്യാഷ്. ഓക്കെ, ഇനി കീപ്പ് 6 months ഓഫ് എക്സ്പെൻസ് സേവ്ഡ് ഫോർ എമർജൻസീസ്. 6 മാസത്തെ എക്സ്പെൻസ് നമ്മൾ എന്തെങ്കിലും എമർജൻസിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യണം നമ്മൾ. ഞാൻ നേരത്തെ റീടൈൻഡ് ഏർണിങ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, ഇനി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഇവിടെ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ബോണ്ട്, ഗോൾഡ്, അതുപോലെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക്, സ്ഥലത്തിൽ, അതുപോലെ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഉണ്ടോ, അഡ്വാൻസ് യൂസേഴ്സ് ആണ്. ഇതായത് നിങ്ങൾ പഠിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഹൗ ടു ബിൽഡ് എ പാസീവ് ഇൻകം ഫോർ ഡിസൈനേഴ്സിന് എങ്ങനെ പാസീവ് ഇൻകം വേറെ രീതിക്ക് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻവ ടെംപ്ലേറ്റ് നമുക്ക് സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് പാസീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്യാൻ ഓൺലൈൻ കോഴ്സ്, യൂട്യൂബ് ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഇതിവിടെ വന്നതല്ല, ഈ സെക്ഷൻ ഇവിടെ വന്നതല്ല. ഓക്കെ, ഈ സെക്ഷൻ ഇവിടെ അല്ല, കാരണം നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ പാസീവ് ഇൻകത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളൂ കാര്യം. ഇതിവിടെ പെട്ടുപോയതാണ്, സോറി. ഇതുവരെ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കുക. അതായത് ചാർട്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചാർട്ട് ഉണ്ടാക്കിയാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാർട്ട് ഉണ്ടാകും ചെയ്യാം. ഞാൻ പറയുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ചാർട്ട് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവും. ആ മോട്ടീവ് ചിലപ്പോൾ ഈ കോഴ്സ് കയ്യിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ? എന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എന്ന് നമ്മൾ ഇതിനെ ഫുള്ളി ഓട്ടോമാറ്റ് അല്ല, ഫുള്ളി സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് എത്ര വർക്ക് വേണം എന്നുള്ള ഒരു ടാർഗറ്റ് നമുക്ക് വേണം. പിന്നെ എത്ര കാലം കഴിയുമ്പോൾ, എത്ര മാസം കഴിയുമ്പോൾ ഞാൻ ഈ സ്റ്റേജ് എത്തും, എത്ര മാസം കഴിയുമ്പോൾ ഞാൻ അടുത്ത സ്റ്റേജ് എത്തും, എത്ര മാസം കഴിയുമ്പോൾ ഞാൻ അടുത്തത് ചെയ്യണം എന്നുള്ളൊരു ചാർട്ട്. ഈ ഒരു 2025 ഒരു ചാർട്ട്. ഓക്കെ, ഒരു നീണ്ടൊരു ചാർട്ട് ഉണ്ടാക്കിയാൽ മതി. കണ്ടാ, എന്നിട്ട് ഇവിടെ 25, 26, 27. ഓക്കെ, ഇപ്പം 25 മാർച്ചല്ല, ഇനി എന്താ ഒരാൾ മാർച്ചിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. 25 ഏപ്രിൽ ആകുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം?
മെയിൽ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ക്വാർട്ടറിൽ നിങ്ങൾ എവിടെ എത്തണം, നിങ്ങളെ കമ്പനി എത്രത്തോളം വളരണം, ഇനി അടുത്ത 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനി എത്രത്തോളം വരണം, എന്നാണ് നിങ്ങൾ എംപ്ലോയീസിനെ ഹയർ ചെയ്ത് തുടങ്ങേണ്ടത്, എന്നാണ് ടീം ആക്കേണ്ടത്, എന്നാണ് ഇന്റർനാഷണൽ ക്ലയൻസിനെ എത്തിക്കേണ്ടത്, അങ്ങനെ കംപ്ലീറ്റ് ഒരു ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, മിനിമം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു 2 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഓക്കെ, എത്തിക്കാൻ കഴിയും. 2 കൊല്ലം കൊണ്ട്, 2 കൊല്ലം വേണ്ട, ഒരു 1.5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ അത്ര കാര്യങ്ങളാണ് എനിക്കിത് ഈ പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ക്യാൻവൽ തന്നെ ബാക്കിയുള്ളത്, ക്യാൻവലല്ല ബാക്കിയുള്ളത്, അത് ലോഗോ ഡിസൈനിങ്ങും കൂടെ കഴിയണം. ഓക്കെ, നമുക്കൊരു ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇനി നമുക്ക് വരുമാനം വരുമല്ലോ, ആ വരുമാനം വരുന്നതും നമ്മൾ ചിലവാക്കുന്ന ക്യാഷും നമുക്ക് എഴുതി വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ എഴുതി വെക്കുന്നതിന് പകരം നമ്മൾ വേറെ മെത്തേഡാണ് ചൂസ് ചെയ്യുക. ഗൂഗിൾ ഷീറ്റിലാണ് നമ്മൾ ഇത് എഴുതി വെക്കുക. അപ്പോൾ ഗൂഗിൾ ഷീറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതും കൂടെ കഴിഞ്ഞിട്ട് ടോട്ടലി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യവും നമ്മുടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാൻവ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ബ്രാൻഡിങ് ആൻഡ് ഐഡൻറ്റിറ്റി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെക്ഷൻ ക്യാൻവ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റിവ്യൂ നിങ്ങൾ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ ക്ലാസ്സിൻ്റെ റിവ്യൂ നിങ്ങൾ പറയണം. എന്തായാലും പറയണം, 2 ആയാലും ഞാൻ സ്വീകരിക്കുന്നതാണ്. ഓക്കെ.